എന്റെ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഞാൻ അങ്ങനെ പറഞ്ഞതൊക്കെ പറഞ്ഞ് ക്ലിപ്പ് ടെരപ്പാക്കരുത്. ഒരു ധാരണ എന്താ വെച്ചാൽ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ബാലൻസ് ഉണ്ടാവുന്നതാണ്. കാരണം കുറഞ്ഞ നേരം പണിയെടുത്താൽ മതി, തോനെ പൈസ കിട്ടും, പെണ്ണുങ്ങളും കുട്ടികളൊക്കെ അവിടെ ഉണ്ടാവും, അമ്മായിമ ഉണ്ടാവില്ല, അളച്ചന്മാര് മൂത്തച്ഛന്മാര്, കല്യാണങ്ങള്, എടാകൂടങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ സമാധാന കുടുംബജീവിതം ഗൾഫില് കിട്ടും എന്നുള്ളതാണ് ഗൾഫ് പോയാൽ ഒരു മെച്ചം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് അത്യാവശ്യം ബാലൻസ് ഉണ്ട് എന്നാണ് എന്റെ ഒരു ധാരണ. ബാലൻസ് ഉള്ള ഒരു സ്ഥലത്ത് വന്ന് ബാലൻസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഒരാൾ വന്ന് ബാലൻസിനെ പറ്റി ക്ലാസ് എടുക്കുക അറിയുമ്പോ എന്തൊക്കെ ഒരു വിരോധാഭാസം എനിക്ക് തോന്നി. എങ്കിലും ഞാന് പോസിറ്റീവായിട്ട് നിങ്ങളോട് പറയേണ്ടത്, ഇത് ബാലൻസ് ചെയ്യാൻ പെടാപ്പാടുപെടുന്ന ഒരാള് എന്ന നിലക്ക് അതിന്റെ ഗുഡ്നസ് എനിക്കറിയാം. അപ്പൊ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതിൽ ഇതെന്താ വെച്ചാല് വർക്ക് ലൈഫ് എന്നൊക്കെ പറയുമ്പോ പൊതുവെ നമ്മള് ഇതൊക്കെ രണ്ടും രണ്ടായി കാണുന്ന ഒരു രീതി നിലനിൽക്കുന്നു. നമ്മളെ നാട്ടിൽ ചെറിയ ഹോട്ടൽ ഉണ്ടാവും, തട്ടുകട പോലത്തെ ഹോട്ടൽ. അവിടെ വാപ്പ ചായ പാലും, ഉമ്മ കറി ഇതൊക്കെ അടിക്കടിയിൽ ഉണ്ടാവും, മക്കള് വെയിറ്റർമാരായിക്കാരം. ഒരു കുടുംബം നടത്തുന്ന ചെറിയൊരു ഹോട്ടല്. ഓരെ സംബന്ധിച്ചിടത്തോളം ഓരോ വർക്കും ലൈഫൊക്കെ ഒന്ന് തന്നെയാണ്. ഓരോ ജീവിതം എന്ന് പറഞ്ഞാൽ ഹോട്ടലാണ്, ഓരോ ജോലി എന്ന് പറഞ്ഞാൽ ആ ഹോട്ടലാണ്. രാവിലെ തുറക്കും, രാത്രി അടക്കും. അങ്ങനത്തെ ചില ഹോട്ടലുകളുണ്ട്. കാരണം അങ്ങനത്തെ ഹോട്ടലിൽ ചില ആളുകൾ മുട്ടുവേദനക്കൊക്കെ കാണിക്കാൻ വരും. അപ്പൊ പറഞ്ഞു ഞങ്ങൾ പൂട്ടിയിട്ടാണ് വരുന്നത് ഡോക്ടറെ. പിന്നെ ഭയങ്കര പ്രയാസമാണ്, പാത്രം കഴുകാനൊന്നും ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഹോട്ടൽ ആകെയുള്ള ഒരു വരുമാനമാണ്, എങ്ങനെ നിലനിന്ന് പോണം. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മാർഗം ഉണ്ടാക്കി തരണമെന്ന് പറയും. അപ്പോ അത് ഓരോ ജീവിതമാണ്, ഓരോ ഹോട്ടല്, ഓരോ ജോലി അതന്നെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാല് ഫാമിലി, വർക്ക്, ലൈഫ്, ഇതൊക്കെ എന്തോ വേറെ വേറെ സംഭവങ്ങളാണ്. ഫാമിലിക്ക് ഒരു സമയം, വർക്കിനൊരു സമയം, ലൈഫ് എന്ന് പറഞ്ഞാൽ പിന്നെ കുറെ ആളുകൾ വരച്ചു കാട്ടുന്ന എന്തോ ഒരു സാധനമാണ് ലൈഫ്, അല്ലെ? നമ്മള് മുമ്പിൽ കുറെ ഷോർട്സുകളും അതേപോലെ തന്നെ റീൽസുകളിലൂടെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ജീവിതത്തിന്റെ ഒരു വൈബ്. അതിനാണ് ഇപ്പൊ അധികം ആളുകളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ലൈഫിലേക്ക് നമ്മൾ എത്തുന്നില്ല, അല്ലെങ്കിൽ എവിടെയൊക്കെയോ ചില പരാജയങ്ങൾ സംഭവിക്കുന്നു എന്ന ഒരു കുറ്റബോധം. ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ ഒരു വശത്ത് കിടക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മള് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യും. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എൻട്രൻസിന് കുറെ കാലം പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഒരു 2-3 വട്ടം എഴുതിയാൽ കിട്ടരുത്. എന്നിട്ട് എവിടെയെങ്കിലും ഒരു 5-6 കൊല്ലം നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യും. അപ്പൊ നമ്മള് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ ആദ്യം തന്നെ നമ്മള് മാറ്റി നിർത്തപ്പെടണം. കല്യാണങ്ങളിലോ പൊതുവേദികളിലോ നമ്മൾ പങ്കെടുക്കൂല. അത് കഴിഞ്ഞ് പിന്നെ കോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ആളുകളുടെ വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു MBBS ഉള്ളൂ അല്ലെ? നമ്മൾ 5 കൊല്ലം മെനക്കടി അമ്മക്കാരോട് നമ്മൾ തലകുത്തി നിന്ന് എന്നിട്ട് നമ്മളോട് ചോദിക്കാൻ വെറും MBBS ആണ്. അപ്പൊ ആ പ്രാസനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പിന്നെ ഒരു 3 കൊല്ലം PG ചെയ്ത് തിരിച്ചു വന്ന് അങ്ങനെ എന്തൊക്കെയോ നേടിപ്പിടിക്കണം എന്ന ആഗ്രഹവുമായിട്ട് ഒരു ഫീൽഡിൽ ഇറങ്ങി, അല്ലെ? കുറെ കാലം കഷ്ടപ്പെട്ട് അപ്പൊ അതിന്റെ ഇടയിൽ കുടുംബമായി. അപ്പോ ഇപ്പൊ ഇതിൽ കുറെ ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഏകദേശം എന്തൊക്കെ തന്നെ എല്ലാവരും അവസ്ഥ. ഇപ്പൊ ബിസിനസ് ആണെങ്കിലും ഇപ്പൊ എന്താ വെച്ചാൽ ചെറിയൊരു ബിസിനസ് ക്ലിക്കായാൽ ആരും പൈമ നിർത്തുന്നില്ല. അത് പിന്നെ ജിദ്ദിയിലുള്ളത് റിയാദിൽ തുടങ്ങും, അല്ലെ? പിന്നെ അത് ദുബായിക്ക് പോയി നോക്കും, ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻട്രി നടത്തി വെക്കും. അപ്പോ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് പോവുക. ഇപ്പൊ ചെറിയ വരുമാനം ഉണ്ടായി നല്ല ലാഭത്തിൽ നിൽക്കുന്ന ഒരു സാധനം അത് വലുതാക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക വെച്ചാല് അതിന്റെ ചെലവ് കൂടും. സ്വാഭാവികമായിട്ടും ബിൽഡിംഗ്, സ്റ്റാഫ്, സ്ട്രക്ചറിനൊക്കെ ചെലവ് വരും. അപ്പൊ ആദ്യം ഉണ്ടായ ലാഭം ഉണ്ടായത് നടത്താൻ പറ്റൂല. പിന്നെ അതിന്റെ 10 ഇരട്ടി ലാഭം ഉണ്ടാക്കിയാൽ ഇത് ലാഭത്തിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്വാഭാവികമായും അവരെ സ്ട്രെസ് കൂടും. അപ്പോ അവർക്ക് യാത്രകൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ പരിക്കുകളൊക്കെ വരിക അവരുടെ കുടുംബങ്ങൾക്കാണ്. ഇതിന്റെ ബേസിക് പ്രശ്നം അവിടെയാണ്. ഇതിന്റെ എല്ലാ തരത്തിലുള്ള പരിക്കുകളും ഏൽക്കുക എന്നുള്ളത്
ഇവരുടെ കുട്ടികൾക്കും ഇവരുടെ സ്ത്രീകൾക്കും. നമ്മൾ സാധാരണ മെഡിക്കൽ സയൻസിൽ പറയാ ഒരു സക്സസ്ഫുൾ ആയ ഒരു പ്രാക്ടീഷണറുടെ കുടുംബജീവിതം പരാജയമാണെന്നാണ് അവിടെ മുൻപേ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പരാജയപ്പെടുമ്പോൾ അത് അങ്ങനെ സംഭവിച്ചു എന്നതിൽ അത്ഭുതമില്ല എന്നുള്ള രൂപത്തിലാണ് ആളുകൾ കാഴ്ചയാണ്. മൂപ്പരെ ഭാര്യ തെറ്റിപ്പോയി, മൂപ്പര് വേറെ ആരെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ മൂപ്പരെ കുട്ടി വേറെ ഡ്രൈവറെ കൂടെ ഒളിച്ചോടിപ്പോയി, അല്ല അന്യമതസ്ഥന്റെ കൂടെ ഒളിച്ചോടി. ഞാൻ പറഞ്ഞ നല്ല തിരക്കുള്ള ഒരു പ്രൊഫഷണലിന്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങൾ, അല്ലെ, ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ മക്കള് വഴിതെറ്റിപ്പോയി, ഒരു കുട്ടി ഡ്രൈവറൊപ്പം പോയി, അല്ലെങ്കിൽ വേറൊരു കുട്ടി വേറെ അന്യമതസ്ഥന്റെ കൂടെ കല്യാണം ലവ് മാരേജ് നടത്തിപ്പോയി എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോ അതൊക്കെ സ്വാഭാവികമാണ്. കാരണം ഇവർക്കെല്ലാം നേരമില്ലല്ലോ. അല്ലെങ്കിൽ ഭാര്യ ഭർത്താവും വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്കുള്ള ഒരു കൗൺസിലിംഗ്, കുട്ടികൾ ഫോൺ അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പിന്റെ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ ചർച്ച ചെയ്യാൻ വരുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളെ പ്രൊഫഷന്റെ പിന്നാലെയാണ് എന്ന ഒരു സത്യമുണ്ട്. അപ്പോ ഇതൊക്കെ നമ്മളെ നാട്ടിൽ നടക്കുന്ന വളരെ യാഥാർത്ഥ്യങ്ങളായ കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്നൊരു വിശ്വാസി എന്ന നിലക്ക് നമ്മള് ഈ ഒരു സാധനത്തെ എങ്ങനെ നോക്കി കാണണം എന്നുള്ളതിലേക്കാണ് ചെറിയ വെളിച്ചം വീശുക. കാരണം ഇതിനൊന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ പറയാനോ ഒന്നും സാധിക്കൂല. കാരണം അത് അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൽ നമുക്ക് വേണ്ട അടിസ്ഥാനപരമായ ചില കാഴ്ചപ്പാടുകൾ നൽകാനാണ് നമുക്ക് പറ്റുള്ളൂ. അതാണ് ഈ വിശ്വാസത്തിന്റെ, ഈ അക്കീദന്റെ മെച്ചം തന്നെ അതാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് വേറെ ടോപ്പിക്കായിട്ട് ഇവിടെ പറയും, ജീവിത ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. ഇവിടെ ലൈഫ്, അല്ലെ, പ്രൊഫഷൻ, അതേപോലെ വർക്ക് എന്നൊക്കെ പറയുമ്പോൾ അടിസ്ഥാനപരമായി ഈ ജീവിതം ഒരു പരീക്ഷണമാണ് എന്നുള്ള ഏറ്റവും വലിയൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം എന്നുള്ളതാണ്. എല്ലാവരും ഇവിടെ ജനിക്കുന്നു, ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ മരിച്ചു പോകും. നമ്മൾ ആരും നമ്മുടെ അറിവോ സമ്മതത്തോടെയോ അല്ല ഇങ്ങോട്ട് വന്നത്, അല്ലെ. ചില ആളുകൾ നല്ല സാമ്പത്തികമായി നല്ല തറവാട്ടിൽ, പൈസ ഉള്ള തറവാട്ടിൽ ജനിച്ചവരുണ്ടാവും, ഇതൊന്നും ഇല്ലാതെ ജനിച്ചവരുണ്ടാവും. അപ്പോ ഇതൊന്നും നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചോ ഒന്നും അല്ല ഇതൊന്നും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതേപോലെ നമ്മൾ തിരിച്ചു വിളിക്കപ്പെടുന്നത്, എപ്പോഴാണ് തിരിച്ചു വിളിക്കപ്പെടുക എന്ന് അറിയാൻ സാധിക്കില്ല. കാരണം ഇപ്പോ നമ്മൾ എന്ന് പറഞ്ഞാൽ വളരെ യങ്ങായ ആളുകളൊക്കെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയി മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മള് മരണം എന്നൊക്കെ പറഞ്ഞാല്, ഇപ്പൊ നമ്മള് കാറിന്ന് ഒരു സാധനം എടുത്തിട്ട് നമ്മള് അങ്ങോട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി വന്ന് നമ്മളാ തിരിച്ചു പോകൂലേ, അത്രയും നമ്മളാ കാറിൽ നമ്മളെ കൂട്ടുകാർ കാത്തിക്കണത് പരിപാടിക്ക് പോകാൻ വേണ്ടി. അപ്പൊ ഞാനൊരു സാധനം എടുത്തിട്ട് വരാം, എന്റെ ഫോണോട് മറന്നു എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാൻ തിരിച്ച് നമ്മൾ ഫോൺ എടുക്കാൻ വരുമ്പോഴേ നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത്രയുമാണ് സത്യത്തിൽ മരണം. ആ കാറിൽ ഇരിക്കുന്നത് മരണമാണ്. ആ കാറോടെ വെയിറ്റ് ചെയ്യാണ്. അല്ല, നമ്മളെ മരണം നമ്മളെ കാത്തിരിക്കണ്. അത്രയും ഉറപ്പുള്ള വേറെ എന്തൊരു സാധനം ലൈഫ് ഗ്യാരണ്ടിയിൽ എന്തൊരു സാധനം നിങ്ങൾക്ക് ലൈഫിൽ പറയാൻ പറ്റുക? നമ്മളെ ജോലി, നമ്മൾ എന്ന ദിവസം വരെ ജീവിക്കുന്നു, ഒന്നിനും നമുക്കൊരു ഗ്യാരണ്ടി വരാൻ സാധ്യല്ല. എന്തിനീ പരിപാടി കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു പോകുന്ന പോലും പറയാൻ പറ്റില്ല. പക്ഷെ മരണം അത് ഉറപ്പാണ്. ആ മരണം അവിടെ കാത്തിക്കുന്നു. അതിലേക്ക് വേണ്ടി അത് എന്തിന് മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്തിനാണ് ജീവിതത്തെയും മരണത്തെയും അള്ളാഹു സംവിധാനിച്ചത്? ആ ഒരു ക്രക്സിലേക്ക് നമ്മൾ കൃത്യമായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. കാരണം നമ്മൾ പരീക്ഷിക്കപ്പെടും. നിങ്ങൾക്ക് എന്തിനോടാണോ ക്രൈസ്, അതിലാണ് നിങ്ങൾ പരീക്ഷിക്കപ്പെടുക. നിങ്ങൾക്ക് ജോലിയാണോ ഭയങ്കര താല്പര്യം, ഭയങ്കര വർക്കാഹോളിക്കാണ് പറയും, വർക്ക് ഈസ് മൈ പാഷൻ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. സത്യമാണ്. 18 മണിക്കൂർ 20 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു മടുപ്പില്ല മനുഷ്യ എന്ന് ഭാര്യ ചോദിക്കുന്നവരുണ്ട്. ഇങ്ങനെ ആ കമ്പ്യൂട്ടർ ഇങ്ങനെ നോക്കി നേരം വെക്കും ഇരിക്കുക, ഇങ്ങനെ കളിച്ചാ. അപ്പൊ നിങ്ങളുണ്ട്, ഇത് മടുക്കണില്ല മനുഷ്യ, മടുക്കൂലേ? പക്ഷെ മടുക്കണില്ല, കാരണം അത് ഒരു പാഷനാണ്. വർക്ക് ഈസ് എ പാഷൻ. അങ്ങനെ കാണുന്നവർക്കുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാല് അവരെ വർക്ക് തന്നെ ആയിരിക്കും. എന്നാൽ ഫാമിലി ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യുന്ന, അതേപോലെ ചെറിയ കുട്ടിക്ക് തലവേദന ഉണ്ടായാൽ പോലും ഉറങ്ങാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഓവറായിട്ട് കൺസേൺ ഉണ്ടോ എന്ന് തോന്നുന്ന ആളുകളുണ്ട്. അവർക്കുള്ള ചലഞ്ച് അവരുടെ ഫാമിലി ആയിരിക്കും. നമുക്ക് എന്തിനാണോ ക്രൈസ്? നിങ്ങൾ സൂറത്ത് യൂസുഫ് കണ്ടാൽ യൂസുഫ് ഓതും നമുക്ക് മനസ്സിലാവും. യാക്കൂബ് നബിക്ക് ക്രൈസ് ഉള്ള രണ്ട് സാധനം, ബിന്യാമിനും യൂസുഫും.
അതിലാണ് യാക്കൂബ് നബി പരീക്ഷിക്കപ്പെട്ടത്. ആദ്യത്തെ 10 മക്കൾ പോയാലൊന്നും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോ ഇതില് പരീക്ഷണങ്ങൾ വരും എന്നുള്ളത്, കാരണം പരീക്ഷണമാണ് ഈ ജീവിതത്തിന്റെ അടിസ്ഥാനം, അതിന് യാതൊരു സംശയമില്ല. അതിനു വേണ്ടിയാണ് അല്ലാഹു നമ്മൾ എങ്ങനെയാണ് ഒരു ടെസ്റ്റിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്. അല്ലാഹു സുഖം ദുഃഖവും എളുപ്പവും പ്രയാസവും ഇതൊക്കെ മിക്സറായി നൽകിക്കൊണ്ട് എങ്ങനെയാണ് ഒരാൾ പ്രതികരിക്കുന്നത്, അള്ളാഹുവിനോടും റസൂലിനോടും എല്ലാ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എന്തൊരു നിലപാടാണ് ഒരാൾ സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് ഈ ജീവിതം. അപ്പൊ അതുകൊണ്ട് ഇതെന്തായാലും സംഭവിക്കും. ലൈഫിൽ ഇത് ഉറപ്പാണ്. ഇവിടെ ജോലിയിൽ പരീക്ഷിക്കപ്പെടും, കുടുംബത്തിൽ പരീക്ഷിക്കപ്പെടും, മക്കളിൽ പരീക്ഷിക്കപ്പെടും, സ്വത്തിൽ സമ്പത്തിൽ എല്ലാത്തിലും പരീക്ഷ ഉണ്ടാവും. അതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത് അറിയാം, നമ്മളെ കൂടെ ജീവിക്കുന്നവരും എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കിക്കാണുന്ന ആംഗിളിലല്ല നമ്മളെ ഭാര്യ നോക്കിക്കാണുന്നത് എങ്കിൽ, നമ്മുടെ മക്കൾ നോക്കിക്കാണുന്നത് എങ്കിൽ അത് വലിയ അസ്വസ്ഥതകൾ സൃഷ്ടിക്കും, വലിയ പ്രയാസങ്ങൾ കുടുംബ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലതഖുന്നാർ, നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ, വലൗ ബിശിക്കി തംറ, ഒരു കാരക്കയുടെ ചുള കൊണ്ട്. കാരക്ക എന്താ നിങ്ങൾക്ക് ഈ അഹ്ലു സുഫ എന്ന് പറഞ്ഞിട്ട് മദീന പള്ളിയിൽ കുറച്ച് സഹാബികളുണ്ടായിരുന്നു, ഒരു ഗതിയില്ലാത്ത, ജീവിക്കാൻ വളരെ പ്രയാസപ്പെടുന്ന സഹാബികൾ. അവരുടെ ഷെൽട്ടർ ആയിരുന്നു മദീന മസ്ജിദുൻ നബവി. അപ്പൊ അവിടെ സഹാബികൾ വീട്ടിൽ നിന്ന് വരുമ്പോ ചിലപ്പോ എന്ത് ചെയ്യും, ഈത്തപ്പനന്റെ കൊല കൊണ്ടേ തൂക്കും. നല്ല പാകായ കൊല ഉണ്ടെങ്കിൽ ചിലപ്പോ എന്ത് ചെയ്യും, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പള്ളി തൂക്കും. എന്തിന്? അഹ്ലുസുഫക്കാര് തിന്നോട്ടെ വിചാരിച്ചിട്ട്, അവർക്ക് ഒരു ആശ്വാസം കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട്. അതായത് അത്രയും ദരിദ്രരായ സഹാബികളെ നോക്കിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇത്തഖുന്നാർ, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം കേട്ടോ, വലൗ ബിശിക്കി തംറ, കാരക്കയുടെ ഒരു ചൊള. ഇപ്പൊ എന്താ വെച്ചാൽ കാരക്കയുടെ ചൊള എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഞാനൊക്കെ നോമ്പ് തുറന്നത്, പള്ളിക്ക് നോമ്പ് തുറക്കാൻ പോയാല് അവിടെ വയസ്സായ ആൾക്കാരുണ്ട്, വരിയിൽ ഒരു കത്തി എടുത്തിട്ടുണ്ട്, ഒരു കാരക്ക ഉണ്ടാവും 4-6 പീസാക്കും. ഇന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിൽ ഏത് ഈത്തപ്പഴം തിന്നണം എന്നാണ് നമ്മൾ നോമ്പുറക്കുമ്പോ നോക്കുക. നിങ്ങൾക്ക് സുക്കരിമാണോ അജുവമാണോ, ഇവിടെ ചോയ്സ് ആണ്. അതല്ല, മറ്റേ ചോയ്സ് ഇല്ല. ആകെയുള്ളത് ഈ 4 പീസാക്കിയ ചുളമാണോ 8 പീസാക്കിയ ചുളമാണോ, അത്രയും നേരത്തെ ഒരു കാരക്ക, അതിനെ കട്ടിയുള്ള കാരക്ക ഇങ്ങനെ 4-6 പീസാക്കി അതിന്റെ ഒരു പീസാണ്. വല്ല വിഷിക്കിത്തമ്ര, കാരക്കയുടെ ഒരു ചുള കൊണ്ട് നിങ്ങൾ നരകത്തെ കാക്കണം എന്ന് പറയുമ്പോൾ, അതും ഹദീസിന്റെ ഫുള്ള് അദീബിന് ഹാത്തിമിന്റെ ഹദീസാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞത് വിശ്വാസിൽ പറഞ്ഞതാണ്, നിങ്ങൾ എല്ലാവരും മാമിൻ അഹദി എന്ന് പറഞ്ഞിട്ടാണ് ഹദീസ് പറഞ്ഞത്, ഓരോരുത്തരും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ നിങ്ങൾ അല്ലാഹുവിനോട് സംസാരിക്കുന്നതാണ്, ഒരു തർജുമാനില്ലാതെ. അപ്പോൾ ആളുകൾ വലതുഭാഗത്തേക്ക് നോക്കും, അപ്പൊ അവിടെ ചെയ്തതൊക്കെ കാണുന്നതാണ്. നമ്മൾ ചെയ്തതൊക്കെ അവിടെ അങ്ങനെ കാണാം. ഇടതുഭാഗത്തേക്ക് നോക്കും, എന്റെ പ്രതീക്ഷ ഉണ്ടോന്ന്, അവിടെ നമ്മൾ ചെയ്തച്ച കർമ്മങ്ങളെ കാണാം. പിന്നെ മുന്നിലേക്ക് നോക്കും, അവിടെ നരകത്തെ കാണുമെന്നാണ്. എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ കാക്കണം കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് സ്വന്തം മകളെന്ന് പറഞ്ഞതാണ്. ഫാത്തിമ ഒരു വിഷയത്തിൽ, പരലോകത്തിന്റെ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ വാപ്പാക്ക് കഴിയില്ല എന്നാണ്. ഇതാണ് ജീവിതത്തിന്റെ ക്രക്സ്. ഒരു കുടുംബ ബന്ധം തങ്ങൾ കുട്ടിയായി എന്നതുകൊണ്ടോ, പാണക്കാട്ട് ജനിച്ചു എന്നതുകൊണ്ടോ, ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ടോ സ്വർഗത്തിൽ പോകുന്ന ആരും വിചാരിക്കണ്ട. ഫാത്തിമ റളിയല്ലാഹു അൻഹയോടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അത്രയും സ്നേഹമുണ്ടായിരുന്നു നബിക്ക്. നബി കാണുമ്പോഴൊക്കെ കിസ് ചെയ്യുമായിരുന്നു എന്നാണ്. അവസാനം രോഗിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രയാസത്തിലുള്ള, തല പൊക്കാൻ പോലും പറ്റാതെ നബി കിടക്കണം. അപ്പൊ ഫാത്തിമ വരാണ്. ആ സീനൊക്കെ വായിക്കണം, കണ്ണെന്ന് വെള്ളം വരുന്നു. കാരണം എപ്പോ കാണുമ്പോഴും കിസ് ചെയ്യണ നബിയാണ്. നബിക്ക് തല പൊക്കാൻ പറ്റില്ല, കിസ് ചെയ്യാൻ പറ്റുന്നില്ല, ചെവി അടുത്തേക്ക് പിടിച്ചൊക്കെയാണ് നബി. ആ ഫാത്തിമനോടാ പറഞ്ഞത് റളിയല്ലാഹു അൻഹ, എനിക്ക് നരകത്തെ കാക്കണ കഴിയൂലെന്ന്, നബിക്ക് കാത്തുകൊടുക്കാൻ കഴിയൂലെന്ന്. നീ എന്തെങ്കിലും നമ്മൾ ചെയ്തതേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതാണ് ലൈഫിന്റെ ക്രക്സ്. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടും. കാരണം ഇത് എപ്പോ വേണമെങ്കിലും അവസാനിക്കും.
ഇത് ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കുന്ന കോഴ്സ് സർട്ടിഫിക്കറ്റോ, നിങ്ങൾ തുടങ്ങിയ കോഴ്സ് ഫിനിഷ് ആക്കാനോ, നിങ്ങൾ തുടങ്ങിയ കട ഒന്ന് നന്നായി കാണാൻ, ഇതിലൊന്നും പഠിച്ചോ കാത്തുക്കൂല. ഇതൊക്കെ അജലും മുസമ്മൻ, ഇതൊക്കെ തീരുമാനിക്കപ്പെട്ട അവധി ഉണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കപ്പെടും. അതാർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത്. അപ്പൊ അത് ഇബാദത്ത് ചെയ്യണം. അപ്പൊ ഇബാദത്ത് എന്താ? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വാക്കും പ്രവൃത്തികളും, പ്രത്യക്ഷവും പരോക്ഷവുമായ വാക്കുകളും പ്രവൃത്തികളും, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വാക്കുകൾക്കും പ്രവൃത്തികൾക്കാണ് ഇബാദത്ത്. അപ്പൊ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും ആ ഒരു ഇബാദത്ത് കൊണ്ട് സമ്പന്നമാക്കാൻ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷത്തെ ജീവിതത്തിലൂടെ സഹാബത്തിന് കാണിച്ചു കൊടുത്തത്. അത് കണ്ടപ്പം ലൈഫിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി എന്നുള്ളതാണ്. അല്ലേ? നമ്മൾ സഹാബത്തിന് റളിയല്ലാഹു അൻഹും എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം അവരുടെ ഒരു മാനസികാവസ്ഥ, അള്ളാഹുവിന്റെ റസൂൽ എന്ത് പറയുന്നു അത് കേൾക്കാൻ, അതനുസരിക്കാൻ, അത് പ്രയോഗവൽക്കരിക്കാൻ അവർ മത്സരിക്കണം, വെമ്പൽ കൊള്ളണം. ദുനിയാവിനൊരു പ്രസക്തി അവിടെ അല്ല. എന്തല്ലാന്റെ റസൂല് പഠിപ്പിച്ചോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, അത് കേൾക്കാനും അത് പുൽകാനും വേണ്ടി തയ്യാറായി നിൽക്കുന്ന, മറ്റെല്ലാം അള്ളാഹുവിനും റസൂലിനും വേണ്ടി ത്യജിച്ച ആളുകളാണ് അവര്. കഴിഞ്ഞ ദിവസം മദീന പള്ളിയിൽ പോയപ്പോ ലന്തനാലുൽ ബിർറ നടന്ന കിണറുണ്ട്, അല്ലെ? ബൈറൂഹാ തോട്ടത്തിന്റെ അവിടെ ആ കിണറിന്റെ ഭാഗം കാണിച്ചു. നിങ്ങൾ ആലോചിക്കി, അതൊക്കെ ചരിത്രമാണ്. ഏതെങ്കിലും എന്താണ് ഇതിഹാസത്തിൽ എഴുതി വെച്ച കാര്യങ്ങളല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന് സംഭവിച്ചു പോയ ചരിത്രമാണ്. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു നേതാവായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറിയത് എന്താണ്? അത്തരത്തിലുള്ള ഒരു പരിവർത്തനം അനുയായികൾക്കിടയിൽ സൃഷ്ടിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് കഴിഞ്ഞു എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ആ സഹാബത്തുകളുടെ സൂറത്തു തൗബയിലെ ഒരായത്തുണ്ട്. എന്താണ്? തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ സൂറത്ത് തൗബ ഇറങ്ങണത്. നമുക്കറിയാം, തബൂക്കിന്റെ യുദ്ധം നടന്നിട്ടില്ല. ഒരു യുദ്ധത്തിന് 1 മാസത്തെ വഴിദൂരം സഞ്ചരിച്ച് ഒരു യുദ്ധം അങ്ങനെ അവിടെ സെറ്റായി കൊണ്ടിരിക്കണം. അപ്പൊ ആ യുദ്ധത്തിന് പോകാൻ വേണ്ടി മദീനയിലെ ഏറ്റവും ചൂടുള്ള ഒരു സീസണിൽ ഈത്തപ്പഴൊക്കെ പാകമായി വിളവെടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരു സമയത്ത് ആ കർഷകരായ അൻസാരികളോട് യുദ്ധത്തിന് പോകണമെന്ന് പറയുമ്പോൾ അതും 1 മാസം പോണം, അതും യാത്രയാണെങ്കിൽ എന്തെങ്കിലും മൃഗങ്ങളോ വാഹനമൊക്കെ വേണം. ഇതൊന്നുമില്ലാത്ത സഹാബത്ത്, ഇതൊന്നുമില്ലാത്ത കുറച്ച് സഹാബികളുണ്ട്. അവർക്ക് നല്ല ആഗ്രഹമുണ്ട് പോകാൻ, പക്ഷെ അവർക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്താ? അവർക്ക് സ്വന്തമായിട്ട് വാഹനങ്ങളില്ലാത്തവരെ കൊണ്ടുപോണില്ല. ആലോചിച്ച് നോക്കി. അപ്പൊ ഒരു മാരുതി പഴയ പൊളിഞ്ഞൊരു 800 ഉണ്ടെങ്കിലും എവിടുന്നെങ്കിലും കിട്ടിയാൽ കൊണ്ടുപോകാന്ന് പറയുമ്പോ ബൈത്തുൽ മാലില് വാഹനങ്ങൾ, ഒരു കോവർ കഴുതയെങ്കിലും ബൈത്തുൽ മാലിൽ ഉണ്ടെങ്കിൽ അത് സംഘടിപ്പിച്ച് പോകാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഹാബികൾ കുറച്ച് ആളുകൾ വന്നു. പക്ഷെ അവർക്ക് കൊടുക്കാൻ നബിന്റെ അടുത്തൊന്നുമില്ല ബൈത്തുൽ മാലില്. അങ്ങനെ അവർ തിരിച്ചു പോകുന്ന ഒരു കാഴ്ച വിശുദ്ധ ഖുർആൻ ലോകാവസാനം വരെ നമ്മളെ കൊണ്ട് ഓദിപ്പിക്കണം. അവര് തിരിച്ചു പോണ സീന് പടച്ചോ അങ്ങനെ പറഞ്ഞു തരാണ്. അവരുടെ കണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ണുനീരുറ്റിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ആലോചിക്കുന്നത്? എന്തിന്? യുദ്ധത്തിന് 1 മാസത്തെ വഴി ദൂരം സഞ്ചരിച്ച് ആ ചൂടത്ത് ഒരു യുദ്ധത്തിന് പോകാൻ ഒരു വാഹനം കിട്ടാത്തതിലുള്ള സങ്കടം കൊണ്ട്. അതൊരു ആറ്റിറ്റ്യൂഡാണ് ലൈഫിനോടുള്ള. ആ ആറ്റിറ്റ്യൂഡിലേക്ക് അവരെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്താണ്? അത് അല്ലാഹുവിന്റെ റസൂല് കൃത്യമായി ജീവിതത്തെ കുറിച്ച് അവർക്ക് പകർന്നു നൽകിയ ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിലേക്ക് നമ്മളും നമ്മളെ കുടുംബവും വന്നാൽ മാത്രമേ എന്തൊക്കെയാണ് ഇത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം അവിടെയാണ് കിടക്കുന്നത്. രണ്ടാമത്തത്, ഇത് ഒരു സ്ട്രെസ് ആണ് എന്ന് നമ്മൾ പറയില്ല പൊതുവെ. നമ്മളെന്താ ഒന്ന്, നമ്മള് ദുനിയാവിനോട്, ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാത്ത വിഷയങ്ങളൊന്നും ഇല്ല.
ഇതൊക്കെ നമ്മൾ കുറെ ക്ലാസ്സിൽ കേട്ടതാണ് അല്ലെ. ഇപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? മരിക്കും, മരണത്തിന് ശേഷം ജീവിതമുണ്ട്. ഇതൊക്കെ കുഞ്ഞുനാള് മുതലേ നമ്മൾ കേട്ട് വരുന്ന കാര്യമാണ്. മദ്രസിൽ ഉസ്താദ് പറഞ്ഞാൽ പടച്ചോണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇതൊക്കെ ചെറുപ്പത്തിലേ പറഞ്ഞു. അതൊന്നും ആരും കേൾക്കാത്തവരല്ല. ഇതൊക്കെ കൃത്യമായി വെള്ളിയാഴ്ച ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചില പ്രസംഗങ്ങളിലൊക്കെ നമ്മളെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. ഇടക്കൊക്കെ നമുക്ക് ഈമാൻ കിട്ടും, ചിലപ്പോ കുറച്ചേരൊക്കെ ഒന്ന് നന്നാവും, പിന്നെ നമ്മൾ ഈ വൈബിൽ പെട്ട് പിന്നെ ഇല്ലാണ്ടാകണം. അപ്പൊ ഇതൊന്നും അറിയാത്ത കാര്യങ്ങളല്ല. അപ്പൊ ഇവിടെ 2 പോയിന്റുകൾ എന്റെ ജീവിതത്തിലുണ്ടായ 2 കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ വൈകുന്നേരം മക്കത്ത് പറഞ്ഞു. മക്കത്ത് കുറച്ച് ആൾക്കാരെ ഇവിടെ പിന്നെയും കാണുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെ പറയാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എന്തായാലും പറയാൻ തീരുമാനിച്ചു. ഒന്നുകൂടി അത് നിങ്ങൾ കേട്ടേ പറ്റൂ. അപ്പൊ 2 സംഭവങ്ങൾ. ഒന്നെന്താ അറിയോ? ഒന്ന്, എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇങ്ങനെ കുറച്ചൊരു ജീവിതത്തെ പറ്റി നല്ല ഒരു ടെൻഷനിലാണ്. ഏത് കാര്യത്തിനും വളരെ പ്ലാനിങ് ചെയ്യുകയും വളരെ നമ്മളെ ആലോചിക്കുന്നതിന്റെ അപ്പുറത്ത് കാര്യങ്ങൾ ആലോചിക്കുകയും അതിനെ പ്ലാൻ ചെയ്യുകയും തയ്യാറെടുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ നമ്മളൊക്കെ അദ്ദേഹം കാണുന്നത് ഒരു ഓവർ ആയിട്ടുള്ള, ഞങ്ങളെ കുറച്ച് മതത്തിൽ ഓവറാണ് എന്നല്ലേ, ഇതിനൊന്നും ഒരു ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആളാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അദ്ദേഹത്തോട് ഞാൻ ഒരു ക്ലാസ്സിന് തയ്യാറെടുക്കുന്ന സമയത്ത് മനുഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു. മുമ്പരിനോട് പറഞ്ഞ എന്താ വെച്ചാല്, ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ആശങ്കകളാണ്. കുട്ടികൾ, ഇപ്പൊ ഒരു കുട്ടി ജനിക്കാൻ പോവാണെങ്കിൽ ആ കുട്ടിക്ക് വികലാംഗനാവോ, ആ കുട്ടിക്ക് ബുദ്ധി ഉണ്ടാവോ, ആ മന്ദബുദ്ധിയാവോ, ആ കുട്ടിക്ക് നല്ലൊരു ജോലി ഇവിടെ കിട്ടും. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ കരിയറൊക്കെ എല്ലാവരും വലിയ ബിടെക് പഠിച്ച് വെറുതെ നടക്കുകയാണ്. അപ്പൊ എന്റെ കുട്ടിക്ക് പഠിച്ച് ജോലി കിട്ടും. അതൊക്കെ വെറുതെ ആലോചിക്കുക. ഒരു കുട്ടി കൂടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഭാവിയെ കുറിച്ച് അമിതമായി ആശങ്ക പുലർത്തുക എന്നുള്ളതാണ് ജീവിതത്തിൽ മനുഷ്യന് വലിയൊരു ടെൻഷൻ. അപ്പൊ ഞാൻ മൂപ്പരോട് തന്നെ ചോദിച്ചു, അല്ല അതിനുള്ളൊരു മാർഗം ഇപ്പൊ എന്താ നിങ്ങളൊരു അഭിപ്രായത്തിൽ? അങ്ങനെ ടെൻഷൻ വരാതെക്കാൻ നമ്മളിപ്പോ എന്താ ചോദിച്ചു. മൂപ്പരിനോട് പറഞ്ഞു, എന്നെ കളിയാക്കിയിട്ടാണ് പറഞ്ഞത്. അതിപ്പോ വളരെ സിമ്പിൾ അല്ലേ, നിങ്ങൾ കാട്ടുന്നാരി കാട്ടിയാൽ മതി. അപ്പൊ ഞങ്ങളെന്താ കാട്ടുക? എല്ലാം പഠിച്ചോനെ ഏൽപ്പിക്കുക, എന്നിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുക. ടെൻഷനൊക്കെ പഠിച്ചോനും നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക. അതല്ല നിങ്ങൾ ചെയ്യുന്നത്. ഒക്കെ കഥാകതിർ അറിയാം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക. അതാണ് ഏറ്റവും മുമ്പ് സമ്മതിച്ചു. ഇതാണ് ഏറ്റവും ഫ്രീ ഈസി ആയിട്ടുള്ള മാർഗം. എല്ലാവർക്കും പറ്റിയ മാർഗം ഫ്രീയും ഈസി ഒക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ മുമ്പരോട് ചോദിച്ചു, അല്ല എന്നാ പിന്നെ എന്താ ആ മാർഗത്തിനൊരു പ്രശ്നം? അതാണ് ഇപ്പൊ ഈസി എന്നുണ്ടെങ്കിൽ എന്താ ഭയങ്കര പ്രശ്നം? അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഞങ്ങളോട് പറയാൻ പോകുന്നത്. അത് എന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? നിങ്ങള് എല്ലാരെ പ്രശ്നം കൂടി എങ്ങനെ ഇപ്പൊ പടച്ചോണ്ട് ഏറ്റെടുക്കുക? നമ്മൾ എത്ര കാലായി സഹോദരങ്ങളെ ഇവിടെ അക്കീദ പഠിപ്പിച്ചാൻ തുടങ്ങിയിട്ട്, അക്കീദ പഠിക്കാൻ തുടങ്ങിയിട്ട്? ആളുകൾ അല്ലാഹുവിനെ വെച്ച് പുലർത്തുന്ന ധാരണകള് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ അല്ലാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല. ശുദ്ധ ഖുർആനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞല്ലോ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അറിയണം അല്ലാഹു ആരാണെന്നുള്ളത്. അല്ലാഹുവിന്റെ നാമങ്ങളിലൂടെ, ഗുണങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ അല്ലാഹുവിനെ അറിയണമെന്ന്. അള്ളാഹുവിന്റെ ഒരു ഗാംഭീര്യം, മഹാത്മ്യം, അള്ളാഹുവിന്റെ ഒരു പവറും മനസ്സിലാക്കിയാലാണ് സഹോദരങ്ങളെ അള്ളാഹു എന്ന ശക്തിയെ നമ്മൾ അറിയും തോറും നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുള്ളതാണ്. അള്ളാഹുവിന് മനുഷ്യനോട് അവന്റെ അടിമയോടുള്ള സ്നേഹം അല്ലെ ഒരു പ്രവാചകനെ അയച്ചു തന്നത് അല്ലെ, ഈ മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് സത്യമാണ് എന്ന് ബോധ്യപ്പെടാം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ആലോചിച്ച് ചരിത്രം. ഈ പറഞ്ഞ ഇങ്ങനെ ഞാൻ മക്കന്ന് മദീനത്തേക്ക് പോകുമ്പോ ആ ട്രെയിനിൽ ജിദ്ദയിൽ മദീനയ്ക്ക് പോകുമ്പോ അപ്പുറപ്പുറം എന്ത് നമ്മൾ മരുഭൂമി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ മനസ്സിലൊരു മരുഭൂമി ഉണ്ട്. നല്ല ഇങ്ങനെ ഈ ഡെസർട്ട് സഫാരിയിലൊക്കെ കാണുന്ന മരുഭൂമി, അതൊന്നല്ല ഇവിടെ അപ്പുറപ്പുറം കാണുന്നത്. കുറെ മൊട്ടക്കുന്ന്. ആ പാറ കൊണ്ട് എന്തുപകാരമില്ല, കണ്ടാതിന്റെ ഒരു ഉറപ്പില്ലാത്ത പാറ, ഒരു വസ്തുവിനും പറ്റാത്ത പാറ. അതിങ്ങനെ അപ്പുറപ്പുറം നിറഞ്ഞു നിൽക്കുന്ന ഒരു ബാരൻ ലാൻഡാണ് ഈ അറേബ്യ എന്ന് പറഞ്ഞത്. ആലോചിച്ചു, അതിന്റെ അപ്പുറപ്പുറം ആരെയും ചരിത്രം നോക്കി. അതിന്റെ ഒരു ഭാഗത്ത് റോമൻ എംപറർ ആയിരുന്നു. 800-900 വർഷത്തെ പാരമ്പര്യമുള്ള റോമ ചക്രവർത്തിമാര്, ഒന്നും രണ്ടല്ല, 900-800 കൊല്ലൊക്കെയാണ് ഹിസ്റ്ററിയിൽ റോമ സാമ്രാജ്യം നിലനിന്നിട്ടുള്ളത്. അവരുടെ സൈനിക ശക്തി, അവരുടെ പ്ലാനിങ്, അവരുടെ ഒരു സാംസ്കാരികത, അതൊക്കെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാകും. അവർ എത്ര ഉന്നതമായ പൊസിഷനാണ് അലങ്കരിച്ചിരുന്നത്. മറ്റേ ഭാഗത്താരാണ്? പേർഷ്യൻ എംപയറാണ്. ഈ ബാരൻ ലാൻഡിന് ആർക്കും വേണ്ടാത്ത
ഒരാളും തിരിഞ്ഞു നോക്കാത്ത, എന്തെങ്കിലും ഒരു മെച്ചമുണ്ട് എന്ന് പറയാൻ പറ്റാത്ത ഒരു ഏരിയ, ആരും തിരിഞ്ഞു നോക്കാത്ത ഏരിയ. ഒരു കൃഷിക്ക് പറ്റൂല, ഒരു എന്തെങ്കിലും ഒരു സാംസ്കാരികത ഉണ്ടായിട്ട് വന്നിട്ടില്ല. ഒരു വെള്ളമല്ല, ഒരു സംസ്കൃത സിന്ധു നദീതട സംസ്കാരം നമ്മൾ പഠിച്ചാണ്, നൈൽ നദീതട സംസ്കാരം, ഇതൊക്കെയാണ് ലോകത്തിലെ പുരാതന സംസ്കാരങ്ങൾ. കാരണം എന്താ? അവിടേക്ക് വെള്ളമുണ്ടായിരുന്നു, ജനവാസമുണ്ടായിരുന്നു. ഇവിടെ ജനങ്ങൾ തന്നെ എപ്പോഴാ വരുന്ന സഹോദരങ്ങളെ? ആർക്കും വേണ്ടാത്ത ഒരു ബാരനായിട്ടുള്ള ഒരു ലാൻഡ്, അതിന്റെ അപ്പുറം ഇപ്പുറം 800-900 വർഷം പാരമ്പര്യമുള്ള വലിയ സാമ്രാജ്യ ശക്തികൾ, വലിയ സൈനിക ശേഷിയുള്ള ശക്തികൾ. അവർക്കൊക്കെ എന്താ സംഭവിച്ചത്? ഒരു മനുഷ്യൻ 1400 വർഷം മുമ്പ് ആ ഒരു ബാരൻ ലാൻഡിൽ വന്നിട്ട് നബിയായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് മാത്രമേ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. വേറെന്താണ് ഈ ഒരു ഏരിയക്ക് ഒരു പ്രത്യേകത ഉള്ളത്? ഒരു പ്രവാചകനെ അള്ളാഹു ആ സ്ഥലത്ത് നിയോഗിച്ചു എന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു ക്വാളിറ്റി ആ സ്ഥലത്തിനില്ല. എന്നിട്ട് അതെന്താ സംഭവിച്ചത്? ഒരു 100 വർഷം കഴിയുമ്പോഴേക്ക്, അമവിയ കാലഘട്ടം കഴിയുമ്പോഴേക്ക് ഈ രണ്ട് സാമ്രാജ്യ ശക്തികളെയും അത് അധീനപ്പെടുത്താണ്. 800-900 വർഷത്തെ പാരമ്പര്യമുള്ള രണ്ട് ലോകത്തെ വലിയ സാമ്രാജ്യങ്ങൾ അപ്രസക്തമായി അത് പിന്നെ ചരിത്രത്തിലില്ല. പിന്നെ അത് മുസ്ലിം സാമ്രാജ്യമാണ്. ആര്? ഒരു സൈനിക പവർ ഇല്ലാത്ത, മിലിറ്ററി ഇല്ലാത്ത. ഇവിടെ മിലിറ്ററി ആരാണ്? സാധാരണക്കാരനാണ് ഇവിടുത്തെ മിലിറ്ററി. ആ സൈന്യം അവരെ കീഴ്പ്പെടുത്തി എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട്? അതാണ് മൈക്കലിന്റെ ചാട്ട് പറയുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രത്തെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞത്. ഈ ചരിത്രം പഠിച്ച ഒരാള് മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് എങ്ങനെയാണ് സഹോദരങ്ങളെ പറയാൻ പറ്റുക? അത് ആർക്കും ബോധ്യപ്പെടും. കാരണം ആ അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു, അള്ളാഹുവിടെ വഹി ഇറക്കി, അവിടെ കിതാബ് ഇറക്കി, അവിടെ വേദഗ്രന്ഥം അവതരിപ്പിച്ചു, അവരെ വേദഗ്രന്ഥം പഠിപ്പിച്ചു. അവരെ ഹിക്മത്ത് പഠിപ്പിച്ച പ്രവാചകൻ 23 വർഷത്തെ ജീവിതത്തില് ആ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ പറ്റി, മരണാനന്തര ജീവിതത്തെ പറ്റി, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അതാണ് യഥാർത്ഥ ജീവിതം, അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതിനെ കുറിച്ചാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചത്. അപ്പൊ അത് ബോധ്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമാണ്. ഒരു അള്ളാഹു പ്രവാചകൻ അവതരിപ്പിച്ചു എന്നുള്ളത് ഈ ദുനിയാവ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ദുനിയാവിന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് സംഭവത്തില് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുക എന്നുള്ളത്, അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെ, ഗുണങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ, അള്ളാഹുവിന്റെ 2 ആയത്തുകളിലൂടെ, ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആലോചിച്ച് നമ്മൾ 2 കണ്ണ് തുറന്നു വെച്ച നമ്മൾ കാണുന്ന അള്ളാഹുവിന്റെ ഈ സൃഷ്ടി പ്രപഞ്ചത്തിലെ മുഴുവൻ ദൃഷ്ടാന്തങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടി മഹാത്മ്യത്തെ പറ്റി വിളിച്ചു പറയണം. ഒരു മനുഷ്യൻ എന്ന ജീവി, അല്ലെ, ഓരോ കോശങ്ങൾ, എത്ര വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളാണ് മനുഷ്യനുള്ളത്. 39 ട്രില്യൺ കോശങ്ങൾ എന്ന് പറയുമ്പോൾ ഒരേപോലത്തെ ബാക്ടീരിയയുടെ കോശങ്ങളല്ല, വളരെ സങ്കീർണമായ ന്യൂറോണുകള്, ഹൃദയത്തിന്റെ പേസ് മേക്കറിന്റെ സെല്ലുകള്, ഇതൊക്കെ സെല്ലുകളാണ്. നോക്കി, നമ്മുടെ ഹൃദയം പ്രവർത്തിക്കാൻ ഞാൻ ഇപ്പൊ നിന്ന് സംസാരിക്കുമ്പോ എന്റെ തലച്ചോറിലേക്ക് ഹൃദയം രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര കാലം ആലോചിച്ചിട്ടുണ്ടോ? ഒരാളുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ നിൽക്കുന്ന സന്ദർഭത്തിൽ അയാളുടെ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ ആവശ്യമായ മിനിമം പ്രഷറിനാണ് BP എന്ന് പറയാം. ഞാൻ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ തലയ്ക്ക് ചോര വരുന്നത് എന്തുകൊണ്ടാണ്? ഏത് മോട്ടർ അവിടെ വർക്ക് ചെയ്യണ്? നിങ്ങളെ കിണറ്റിൽ നിങ്ങൾ പൈപ്പ് ടാങ്കിക്ക് വെച്ചാല് സഹോദരങ്ങളെ, പൈപ്പ് വെച്ചാൽ വെള്ളം വരൂല. 1 HP 2 HP മോട്ടർ വേണം, കറന്റ് വേണം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഏത് മോട്ടറാണ് മുകളിലുള്ള തലച്ചോറിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത്? എത്ര HP പവർ ഉണ്ട് നിങ്ങളുടെ ഹൃദയത്തിന്? അവിടുന്ന് കറന്റ് എവിടുന്ന വരുന്നത്? അതിന്റെ ബാറ്ററി എവിടെയാണ്? അല്ലെ, പേസ് മേക്കർ മാറ്റി എന്നൊക്കെ പറയും. 10 ലക്ഷത്തിന്റെ ഒരാൾ അഹങ്കാരത്തോടെ പറയുന്നത്, ഡോക്ടറെ എക്സ്റേ എടുക്കാൻ പറ്റുമോ? അപ്പോ ഇവർക്കറിയാം എക്സ്റേ എടുക്കാൻ പറ്റുന്ന, MRI എടുക്കാൻ പറ്റാത്തുള്ളൂ. പക്ഷെ മുപ്പരത്ത് ഷൈൻ ചെയ്യാൻ വേണ്ടി പറയണേ 10 ലക്ഷത്തിന്റെ പേസ് മേക്കർ വെച്ചിരുന്നപ്പോ ഞാൻ തൊട്ട് 10 ലക്ഷത്തിന്റെ പേസ് മേക്കർ വെച്ചത്. എന്താ പേസ് മേക്കർ? ആ ബാറ്ററിക്കാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. നമ്മളെ ഹൃദയത്തിലൊക്കെ 10 ലക്ഷത്തിന്റെ പേസ് മേക്കർ പഠിച്ചോ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ആ പേസ് മേക്കറിലെ ബാറ്ററിയിലെ കറന്റ് കൊണ്ടാണ് ഹൃദയമാവുന്ന മോട്ടോർ പമ്പ് ചെയ്യുന്നത്. അല്ലെ, ECG എടുക്കണം. എന്താ ECG? എന്താ എടുക്കുന്നത്? ECG എടുത്തില്ലേ? ECG എന്താ? കുറെ വയറുകളാണ്, അല്ലെ, കൈമലും കാൽമലൊക്കെ കുറെ വയർ ഇങ്ങനെ പിടിപ്പിക്കും. എന്താ നോക്കുന്നത്? കറന്റ് പോണുണ്ടോ നോക്കുകയാണ്. എവിടുത്തെ ഹൃദയത്തിന്റെ ബാറ്ററിക്ക് കറന്റ് ഉണ്ടോ എന്നാ നോക്കണത്. കയ്യമ്മക്കത്തുണ്ടോ കാൽമക്കത്തുണ്ടോ എന്നുള്ളത്.
അതെന്താണ്? അവിടെ ഒരു മാറ്റർ ഉണ്ട്, അവിടെ കറണ്ട് ഉണ്ട്. ഇതൊക്കെ സംവിധാനിച്ചത് ആരാണ്? ഇത്രയും 39 ട്രില്യൺ എന്ന് പറഞ്ഞാൽ, 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടിയാണ്. 39 ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണപ്പോ? അത് ഒരു കോശം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ കോശങ്ങളല്ല, സങ്കീർണമായ പലതരത്തിലുള്ള കോശങ്ങൾ, 24 അവർ കൊണ്ട് മാറുന്ന കോശങ്ങൾ. ജനിക്കുന്നത് നമ്മളിങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിക്കുന്ന ആസിഡ് കൊണ്ടാണ്. ആ ആസിഡ് ഏത് ഭക്ഷണത്തെയും ദഹിപ്പിക്കുന്ന ആസിഡ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മള് ആമാശയ ഭിത്തിയിലുള്ള കോശങ്ങളെ കരിച്ചു കളയാത്തത്? എന്തുകൊണ്ടാണ് കരിച്ചളയത്തെ? ബാക്കിയുള്ള ഭക്ഷണത്തേക്ക് ദഹിപ്പിച്ചിട്ട് എന്തുകൊണ്ട് ആ കോശങ്ങൾ ദഹിച്ചു പോകുന്നില്ല? അവിടെ 24 മണിക്കൂർ കോശങ്ങൾ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലോ ന്യൂറോൺ എന്ന് പറയുമ്പോൾ ജനിക്കുമ്പോൾ ന്യൂറോണ്, മരിക്കുമ്പോൾ ന്യൂറോണ്, ഒരു മാറ്റമില്ല. അപ്പൊ അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള 39 ട്രില്യൺ കോശങ്ങൾ. ഓരോ കോശങ്ങളിലുള്ള DNA ആലോചിക്കി, ഒരു DNA സ്ട്രാൻഡ്, ഒരു കോശത്തിലെ DNA ഇങ്ങനെ നീർത്തിയ 2 മീറ്റർ. എന്നെക്കാൾ ഉയരമുണ്ട് എന്റെ ഒരു കോശത്തിലെ DNA നീളം. അതെങ്ങനെ ചോദിച്ചു? അതെങ്ങനെ? 1,00,000 നാനോമീറ്റർ ആണ് നമ്മുടെ മുടിയുടെ കനമെങ്കിൽ, 1,00,000 നാനോമീറ്റർ ആണ് നമ്മുടെ മുടിയുടെ കനമെങ്കിൽ ഒരു DNA കനം 2.5 നാനോമീറ്റർ ആണ്. അത്രയും കനം കുറവാണ്, പക്ഷെ നീളമുണ്ട്. നമ്മളെ മുഴുവൻ കോശങ്ങളിലെയും DNA പട്ടം കിട്ടുമ്പോൾ, പണ്ടത്തെ കാലത്ത് പട്ടം പറത്തുമ്പോൾ നമ്മളെ പെരീത്ത് നൂല് മതിയാവില്ല, ഉമ്മാന്റെ നൂല് മതിയാവില്ല പട്ടം പറത്താന്. ഇപ്പോഴല്ലേ പട്ടും നൂലൊക്കെ ഒന്നായിട്ട് വാങ്ങിത്തരല്. പണ്ടൊന്നും അങ്ങനെ നൂലും പട്ടം നമ്മൾ ഒട്ടിച്ചുണ്ടാക്കണ പട്ടാണ്. അത് പറത്തണമെങ്കിൽ ഉമ്മാന്റെ നൂലും കോമ്പലിൽ നൂലെടുത്തിട്ട് പോകണം. എന്നിട്ടോ ഉമ്മാന്റെ എല്ലാ നൂലും കെട്ടിയിട്ടാണ് നമ്മൾ പട്ടം പറത്തുക. അങ്ങനെ ഓരോ കോശത്തിലെയും നൂലിങ്ങനെ കൂട്ടി, ഓരോ കോശത്തിലെ DNA നൂലുമാരി ഏച്ചുകൂട്ടിയാല് എത്ര നീളുണ്ടറിയും? 7,800 കോടി കിലോമീറ്റർ നീളുണ്ട് ഒരു മനുഷ്യന്റെ കോശങ്ങളുടെ DNA മാത്രം. ഇത്രയും സങ്കീർണമായ സൃഷ്ടിപ്പ് നടത്തിയ ആ അല്ലാഹു നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ കണ്ണകളുള്ള മൗനിയായ അല്ലാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങൾ, ഈ ചുറ്റും കാണുന്ന മനുഷ്യരും ഭൂമിയും ജീവജാലങ്ങളും എല്ലാം, അതൊക്കെ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ ഫോണൊന്നൊന്ന് തല പൊന്തിച്ചിട്ട് ആ റീൽസ് ഒന്ന് മാറ്റിയിട്ട് കണ്ണൊന്ന് തുറന്ന് ഈ കാണുന്നതിലേക്കൊന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങൾ അല്ലാഹുവിനെ അറിയൂ. അല്ലാഹു ഇറക്കിയ ആയത്തുകളാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ. ഖുർആനായ അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ വഹിയാകുന്ന ആ ഖുർആന് അത് ആയത്തുകളാണ്, അത് ദൃഷ്ടാന്തമാണ്. അത് അഫലായത്തദബ്ബറൂൻ, രണ്ടിനെ പറ്റി പഠിച്ചോ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ തലയ്ക്ക് കാമ്പില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് 2 ആയത്തുകളെ കുറിച്ചും അള്ളാഹു ചോദിക്കുന്നുണ്ട്. നീ പ്രപഞ്ചത്തെ കുറിച്ച്, അള്ളാഹു ഇറക്കിയ ഖുർആനിന്റെ ആയത്തുകളെ കുറിച്ച് ആലോചിക്കി. ഇതൊക്കെ നമ്മൾ ആലോചിക്കാൻ തയ്യാറായാൽ അള്ളാഹുവിനെ പറ്റി അള്ളാഹു അറിയിച്ചു തന്ന അള്ളാഹുവിന്റെ നാമങ്ങളിലെ അള്ളാഹു സ്നേഹമുള്ളവനാണ്, വദൂദാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ്, എന്റെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്നവനാണ്, ഏറ്റവും കാരുണ്യമുള്ളവനാണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ്. എന്റെ ഏത് സങ്കീർണമായ പ്രശ്നങ്ങൾ ആ തിമീകരത്തിന്റെ വയറ്റിൽ നിന്ന്, ആഴക്കടലിലെ മത്സ്യത്തിന്റെ ആ തിമീകരത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബിയെ രക്ഷിച്ച ആ അല്ലാഹു ഹയ്യുൽ ഖയ്യൂമായി ഇന്നും ഞാൻ വിളിക്കുമ്പോൾ എന്റെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകാൻ തയ്യാറായി, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട്, ആ പ്രാർത്ഥന കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ അല്ലാഹു അവിടെ ഹയ്യും ഖയ്യൂമായി നിലനിൽക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. ഓരോ പ്രശ്നങ്ങൾ വരുമ്പം അതൊക്കെ പടച്ചോൻ പരിഹരിക്കാൻ മാത്രം കഴിവുള്ളവനാണ് എന്റെ റബ്ബ് എന്ന തിരിച്ചറിവ് നമുക്ക് നൽകുന്ന ഒരു ആശ്വാസമുണ്ട്. ആ ആശ്വാസം കിട്ടാത്തത് എന്തുകൊണ്ടറിയോ? അള്ളാഹുവിനെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു പ്രശ്നങ്ങളിൽ നമ്മൾ തവക്കുൽ ചെയ്യാൻ, നമ്മൾ അഭയം ചോദിക്കാൻ, നമ്മളെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയായി അള്ളാഹുവുമായിട്ടുള്ള ഒരു ബന്ധത്തെ നമ്മൾ വളർത്തിയെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സത്യത്തില് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് മുഴുവൻ അതാണ്. ആ അള്ളാഹുവുമായിട്ടുള്ള നിരന്തര ബന്ധം പ്രാർത്ഥനയിലൂടെ, ഇബാദത്തുകളിലൂടെ, നമസ്കാരങ്ങളിലൂടെ, ദിക്റുകളിലൂടെ, ഖുർആനുകളിലൂടെ, ഓരോ പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന സകലതും, അത് നല്ല പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ, അതൊക്കെ അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് റസൂല് നമ്മളെ പഠിപ്പിച്ചത്. അല്ലെ? ഒരു സന്തോഷം ഉണ്ടാവും, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരു പ്രയാസം ഉണ്ടായി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഇജ്നി ഫീ മുസീബത്തി വ അഖ്ലിഫ്നി ഖൈറൻ മിൻഹാ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിക്കാണ്. എന്താ പ്രാർത്ഥിച്ചത്? അബൂസലമ മരിക്കാണ്. ഉമ്മുസലമയും അബൂസലമയും തമ്മിലുള്ള ആ സ്നേഹത്തെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇസ്ലാമിലെ ആദ്യത്തെ ഹിജ്റ പോയ കപ്പിൾസ് ആണ്. നോക്കി, അബൂസലമ മരിക്കുമ്പോൾ ഉമ്മുസലമ റളിയല്ലാഹു അൻഹ അത്രയും വിഷമമുണ്ട്, വേദനയുണ്ട്, സങ്കടമുണ്ട്.
പ്രാർത്ഥിക്കാണ്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, ഈ മുസീബത്തിൽ എനിക്ക് നീ എനിക്ക് നീ പ്രതിഫലം നൽകണമേ, ഇതിനേക്കാൾ ഖൈറായത് എനിക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ അവർ ആലോചിച്ചിട്ടുണ്ടാവും, ഇതിനേക്കാൾ ഖൈറായത് എന്താണ്, അബൂസലമയേക്കാൾ ഖൈറായ മറ്റെന്താണ് ഈ ദുനിയാവിൽ അള്ളാഹുവിന് നൽകാൻ സാധിക്കാന്ന്. പക്ഷെ അള്ളാഹു ഉത്തരം നൽകിയത് എങ്ങനെ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ റസൂലാണ് ഇതിന്റെ കല്യാണം കഴിക്കണം. ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു നൽകിയ ഉത്തരങ്ങളാണ്. ഇതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെ, നൈൽ നദിയുടെ മുമ്പിൽ നിന്ന് മൂസാ നബി മുന്നോട്ട് നോക്കുമ്പോൾ നദിയാണ്, പിറകിൽ ഫിർഔനും അനുയായികളും സർവ്വസന്നാഹവുമായിട്ട് ചേസ് ചെയ്തുകൊണ്ട് ലോക്കായിട്ട് നിൽക്കുകയാണ്. ഇതാ നമ്മൾ പിടിക്കപ്പെട്ടു മൂസ, നമ്മൾ ലോക്കായി കേട്ടോ. ഇന്നത്തെ ചെക്കന്മാരെ ഭാഷമാണ് ലോക്കായിട്ടോ അല്ലേ? അപ്പോ അവിടുന്ന് ഒരു പ്രതികരണമുണ്ട്. ആരാ പറഞ്ഞത്? ഒപ്പം നിൽക്കുന്ന ആ ഫിർഔനിന്റെ മുമ്പില്, ഫിർഔൻ പിറകിലും മുമ്പിൽ ചെങ്കടലുമായി നിൽക്കുന്ന മൂസാ നബിയുടെ അനുയായികൾ പറയാണ് ലോക്കായി. മൂസാ നബിന്റെ മറുപടി എന്താ? കല്ല, ലോക്കായിട്ടില്ല എന്നാണ്. ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു മഅയ്യത്ത്. അല്ലാഹു എന്റെ കൂടെയുണ്ട് എന്ന ഒരു മഅയ്യത്ത്, ഒരു കോൺഫിഡൻസ്. അത് ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളെ അല്ലാഹു ഓദിപ്പിക്കണം. എന്തിനാണ്? ആ മഅയ്യത്ത് മൂസാ നബിക്ക് മാത്രമല്ല സഹോദരങ്ങളെ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആർക്കും ആ മഅയ്യത്ത് ലോകാവസാനം വരെ കിട്ടും. അതാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിലേക്ക് വരണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ അറിയണം. അള്ളാഹുവിനെ നാമങ്ങളിലൂടെ, ഗുണങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുമായി നല്ലൊരു കണക്ഷൻ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും, ഞാൻ പറഞ്ഞേ, പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒക്കെ വിശ്വാസിക്ക് ഖൈറാണ്. അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. അവനൊരു ഖൈറ് സംഭവിച്ചാൽ, ഒരു സന്തോഷം ഉണ്ടായാൽ അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും, അത് അവന് ഖൈറാണ്. ഒരു പ്രയാസം ഉണ്ടായാലോ അപ്പോൾ അവൻ ക്ഷമിക്കും, അതും അവന് ഖൈറാണ്. കാരണം എന്റെ റബ്ബ് അങ്ങനെ എനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഖൈറുണ്ട്. കാരണം എന്നെക്കാൾ എന്നെ അറിയുന്നവൻ എന്റെ റബ്ബാണ്. എനിക്കത്, ഞാനൊരു കാര്യം ചോദിച്ചു പടച്ചവനോട്, പക്ഷേ പടച്ചവനത് തന്നില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? എനിക്ക് ഖൈറല്ലാത്തത് കൊണ്ടാണ് എന്റെ റബ്ബ് എനിക്കത് തരാതിരുന്നത് എന്ന്. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്താൻ ഒരു വിശ്വാസിക്ക് നൽകുന്ന കരുത്ത്, ഈ വിശ്വാസം നൽകുന്ന ഒരു കരുത്തുണ്ട്. ആ കരുത്ത് കിട്ടണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താ സഹോദരനോ? ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിനോട് നമുക്കുണ്ടാകേണ്ട ഒരു കൃത്യമായ കാഴ്ചപ്പാട്. നിങ്ങൾ എത്ര ബിസിനസ് നടത്തിക്കോളി, ഒരു സ്ഥാപനം 100 ഔട്ട്ലെറ്റുകൾ തുറന്നാലും, നിങ്ങൾ എത്ര തിരക്ക് കൂടിയാലും സഹോദരങ്ങളെ, വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്. ഈ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ഏത് നിമിഷവും തിരിച്ചു വിളിക്കപ്പെടുമ്പോ, നാളെ റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലാതെ അള്ളാഹുവിനോട് സംസാരിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളും, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോഴും അവിടെയും ചെയ്തു കൂട്ടിയ കർമ്മങ്ങളും, മുന്നിലേക്ക് നോക്കുമ്പോൾ നരകത്തെ കാണുന്ന ഒരു നിമിഷം എല്ലാവർക്കും വരാണ്ട്. അന്ന് ആ ചെയ്ത കർമ്മങ്ങൾ മാത്രമാണ് നമുക്കുണ്ടാകുക. ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അല്ലെ, ഞാൻ ഉദാഹരണം പറയട്ടെ. ഉദാഹരണമല്ല, നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ പറ്റിയൊരു സംഭവം കൂടി. ഒരു സുഹൃത്തുണ്ടായി. അപ്പൊ അദ്ദേഹം എന്താണ്, ഈ പറഞ്ഞ പോലെ വെറും MBBS എന്നുള്ള ഒരു വർത്താനം കേട്ട് ചടച്ചിട്ട് നല്ലൊരു ഡിഗ്രി ഒക്കെ എടുത്ത് PG ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അപ്പോഴും ആൾക്കാർ ചടപ്പിച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി വേണ്ടേ? വെറും പോ ഒരു MD എടുത്തോണ്ട് ഇപ്പൊ കാര്യമായോ? അപ്പൊ ആരടുത്ത് MD ആരെ പോണിപ്പോ? ഇപ്പൊ ചെറിയൊരു നെഞ്ചുമേനുണ്ടായ കാർഡിയോളജിക്കാണ് പോണ്. അതും കാർഡിയോളജിസ്റ്റ് എടുത്തും പോല നമ്മൾ വിളിച്ചു ചോദിക്കും, നല്ല കാർഡിയോളജിസ്റ്റ് ആരാണ്? ഒരു കാർഡിയോളജി എടുത്തിയൊന്നും ഇപ്പൊ ആൾക്കാർ പോകില്ല. നല്ല കാർഡിയോളജിസ്റ്റ് ആരാ? അങ്ങനത്തെ ആൾക്കാർ പോകുള്ളൂ. ആ കാലാണ് ഇപ്പൊ. അപ്പൊ അദ്ദേഹം പോയിട്ട് നല്ലൊരു ഡിഗ്രി ഒക്കെ വീണ്ടും സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ എടുത്തു. എന്നിട്ട് ഇവിടെ എന്താ പറയുക, ഇവിടെ ശമ്പളമൊക്കെ കുറവാണ്. പഴയമാര് ഡോക്ടർമാർക്ക് അത്ര കൊയ്ത്തൊന്നുമില്ല ഇപ്പൊ. ഒക്കെ വളരെ മോശമാണ് സ്ഥിതി. എല്ലായിടത്തും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അപ്പൊ ശമ്പളമൊക്കെ കുറവാ. അപ്പൊ അതുകൊണ്ട് മൂപ്പര് സ്ഥലം കിട്ടും, വിദേശത്തേക്ക് പോയി. അവിടെ നല്ല ജോലിയും നല്ല പൈസയൊക്കെയാണ്. അപ്പോ നമ്മള് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരാവശ്യത്തിന് വേണ്ടി ചെന്നപ്പോ സന്ദർശിച്ചു. അപ്പൊ നമ്മള് കണ്ടാൽ നല്ല റാത്താണ്. കാരണം പോർച്ചില് ഒന്ന് BMW 7 സീരീസ് പുതിയ വണ്ടി, ഒന്ന് ലാൻഡ് ക്രൂയിസർ. നമ്മൾ ആലോചിക്കും, ഇതിലേറെ വലിയ ദുന്യാവ് ആർക്ക് എന്താ കിട്ടാനുള്ളത്?
നമ്മൾ ഇഷ്ടപ്പെടുന്ന രണ്ട് വണ്ടികൾ മുമ്മരത്ത് ഇങ്ങനെ നിൽക്കുക. ഒന്നിലല്ലേ പോകും, രണ്ടിലോട്ട് പോകില്ലല്ലോ. ഒന്നിലല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ, രണ്ട് വണ്ടി. അപ്പോ സംസാരിച്ചപ്പോ ആ വിഷമം എപ്പോഴും ഇങ്ങനെ മനസ്സിലുണ്ട്. ഇത് സന്തോഷമല്ല, കാറന്നുള്ളൂ, സന്തോഷം കുറവാണ്. അപ്പോ എന്താ വെച്ചാല് ഇവിടെ ഒരു ബംഗാളികളെ പോലെയാണ് അത്ര. ഈ വിദേശ രാജ്യത്ത് നമ്മൾ ഇത്ര വലിയ കസാലയിൽ ഇരുന്നിട്ടും നമ്മള് ബംഗാളികളെ പോലെയാണ് ഇവിടുത്തെ ആൾക്കാർ കാണുന്നത്. കാട്ടുക. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഇങ്ങനെ ഇതൊന്ന് നന്നാകണമെങ്കിൽ എന്താ വെച്ചാല് എന്റെ ബോസ് ഉണ്ട്, മൂപ്പരുടെ ബോസ് ഉണ്ട്, എല്ലാവർക്കും ഒരു ബോസ് ഉണ്ടാവുമല്ലോ. ആ കസാലയിലൊക്കെ കുത്തിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടി സാറിട്ടൊന്നാണ്. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു, അല്ല ആ മൂപ്പർക്കൊരു വിഷമൊക്കെ ഉണ്ടാവുമല്ലോ ജീവിതത്തില്, അതെന്താണ് ചോദിച്ചു. അപ്പൊ നിങ്ങളെ ബോസിന് ഇപ്പൊ ഒരു വിഷമം ഉണ്ടാവുമല്ലോ. നമ്മളെ ബോസിന്റെ വിഷമം നമുക്കറിയാലോ. കാരണം ബോസ് ഇങ്ങനെ ഇടക്കിടക്ക് പറയില്ല, ഏത് വിഷമം മനുഷ്യൻ ഇങ്ങനെ ഇടക്കിടക്ക് പറയാം. കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം വിഷമം എന്താന്ന്. അപ്പോ മൂപ്പർക്ക് അവിടെ പൗരത്വം കിട്ടാത്തതിന്റെ വിഷമാണ്. സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടി കുറെ കാലമായി നടക്കുകയാണ്. അത് കിട്ടാത്തതിന്റെ വിഷമത്തിനാണ് ആ സാധു കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞെന്താ പറയുക, ദുന്യാവ് ഇങ്ങനെയാണ്, ദുന്യാവ് ഇങ്ങനെയാണ്. നമ്മളെല്ലാരും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. നിങ്ങളിപ്പോ നമ്മൾ വിചാരിച്ചു ഇപ്പൊ ഒരു ചെറിയ വീടൊക്കെ വെച്ച് ഇങ്ങനെ ഇറങ്ങണ ഒരു വലിയ വീടൊക്കെ വെച്ച് അങ്ങോട്ട് മാറി ആ റൂട്ടിന്റെ അകത്തൊക്കെ ആയാൽ ഒന്നുകൂടി ഉസാറാവുന്നത്. അത് അവിടെ എത്തുമ്പോഴാ മനസ്സിലാക്കുക അത്ര ഉസാറില്ല. അപ്പോൾ ആ പഴയ പേരെന്നെയാണ് നല്ല അറിയും. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഇതിങ്ങനെ ചേസ് ചെയ്ത് പോകുന്നുള്ളൂ. ഇപ്പൊ ഇവിടെ അംബാനിന്റെ മകന്റെ കല്യാണം നടന്നു. എന്താ കല്യാണം! 18 കോടിന്റെ വാച്ച്. ഏതാണ്ട് നാള് പറഞ്ഞത് 18 കോടിന്റെ വാച്ച് അത്ര വെക്കുന്നുണ്ട്. എന്താ നമ്മളിവിടെ 30 റിയാൽ 1 റിയാലിന്റെ വാച്ചിനോട് വെക്കുന്നത്. അതിൽ കൃത്യമായിട്ട് സമയം കാണുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഒരു വൈബ്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ചേസ് ചെയ്ത് പോയി ഇത് വലിയ അവസാനിക്കൂല. ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം ഒരു സുഹൃത്ത് നമ്മളൊരു കാഴ്ചപ്പാടിൽ 5 കോടിന്റെ വീട് വെച്ചിട്ടുണ്ട്. അമ്പാ വീട് എന്തൊക്കെ സ്വന്തമായിട്ട് ചിമ്മൊക്കെ ഉണ്ട് വീട്. ഞാൻ പുതിയ വീട്ടിൽ പോയാൽ ഞങ്ങൾ വീട് കുടിരിക്കലിനെ വിളിച്ചാൽ ഉള്ളിൽ കയറി കാണില്ല. കാരണം ഇങ്ങനെ പറയും, ഇതെന്ത് മറ്റേത് ഇറ്റാലിയൻ മാർബിൾ, ഇത് ഒന്നോ കൊണ്ടുവന്ന് മെക്സിക്കോന്ന് കൊണ്ടുവന്ന ഗ്ലാസ്സാന്നൊക്കെ പറയും. എന്താ എനിക്കറിയാം. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഈ ബടായി കേൾക്കാൻ വേണ്ടി ഉള്ളിക്ക് വീട് കുടിരിക്കലിന് പോലുമില്ല, പൊതുവെ പോലില്ല. ഇനി പോയാലും ബടായി കേൾക്കാൻ ഉള്ളിക്ക് പോലില്ല. അപ്പൊ ഒരു 5-6 കോടിന്റെ വീടൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി വലിയ വണ്ടിയൊക്കെ ഉണ്ട്, അത്യാവശ്യം ഏറ്റവും വില കൂടിയ വണ്ടി. അപ്പോ ഒരു പ്രൊഫഷണലിന്റെ കാഴ്ചപ്പാടില് നല്ല തുറക്കുള്ള വെളുത്തൊരു പെണ്ണും പിന്നെ നല്ലൊരു കാറും നല്ലൊരു പെരി ആയാല് അത്യാവശ്യം ദുനിയാവായല്ലോ. അപ്പോ ഇനിയിപ്പോ ദുനിയാവ് ഏകദേശം കഴിഞ്ഞല്ലോ. അപ്പൊ ഇനിയിപ്പോ എന്താണ് നിങ്ങളൊരു പ്ലാൻ ചോദിച്ചു. ഇപ്പൊ ഉണ്ടല്ലോ ജോലി ഇങ്ങനെ കിടക്കല്ലേ, പൈസ ഞാൻ കിട്ടുമല്ലോ, ഇനിയിപ്പോ എന്താ കാട്ടുക. അപ്പൊ എനിക്ക് 1 ഏക്കർ സ്ഥലം വേണം. അള്ളാഹ്, അതിപ്പോ ഇതിനെ ഫാം ഹൗസ് ഉണ്ടാക്കണം. ഫാം ഹൗസ് ഉണ്ടാക്കണം. അപ്പൊ അവിടെ എന്താ, അവിടെ നമ്മള് പശു ഉണ്ടാവും, പോത്തുണ്ടാവും, എരുമുണ്ടാവും, ആടുണ്ടാവും, കോഴി ഉണ്ടാവും, താറാവ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഒരു സീതാജാക്കനെ ഏൽപ്പിച്ചു. ഒരു സീതാജാക്ക ഇങ്ങനെ രാവിലെ ജയിച്ച് പിന്നെ പല്ല് കെട്ടും. മുപ്പര ഇങ്ങനെ പോകിച്ച് എന്താ ഇപ്പൊ നമ്മളെ ആട് പറ്റോ? എന്നിട്ട് പിന്നെ കുറച്ച് ആട്ടുമ്പാലും കൂടെ വരി കൊടുത്തേക്കും. ചുരുക്കി പറഞ്ഞ ഇത് ഒരു ക്രേസാണ് മനുഷ്യന്. ഇതൊക്കെ 10-30 കൊല്ലം നമ്മളെ പെരിയുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇതെല്ലാവരും പെരിയുണ്ട്. ഈ പോത്തും ആടും എരുമയും കോഴിയൊക്കെ ഇപ്പൊ പോയിട്ടുള്ളൂ നമ്മളെ കൊലയുമതൊക്കെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളെ പെരിയുണ്ടായിരുന്ന സാധനമാണ്. ഞാൻ പറഞ്ഞു തരും, ഇതിൽ ടെക്നോളജി എത്ര അഡ്വാൻസ് ചെയ്താലും നിങ്ങളിപ്പോ ഇവിടെ നിന്നിപ്പോ കണ്ണിയൻ ഡോക്ടർ ഇവിടെ നിന്നാണ്ട് നാളെ കോട്ടക്കല് റോബോട്ടിനെ വെച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു കാലം കുറച്ച് കഴിഞ്ഞാൽ വരും. അങ്ങനെയൊക്കെ വന്നു നിങ്ങളെ പേരക്കുട്ടികൾ ചന്ദ്രൻ കിഞ്ഞ് ടീച്ചറെ പോലെ ഇങ്ങനെ പോകില്ല, ചന്ദ്രൻ കിഞ്ഞ് ടൂറ് പോകും അല്ലേ. ഇപ്പൊ പറയാം നമ്മളൊക്കെ ടൂർ പോയത് മലമ്പുഴക്കൊക്കെയാണ്. ഇപ്പൊ നമ്മളെ കുട്ടികൾ ഡൽഹിക്കും മണാലിക്കും ഒക്കെ പോകണം. ഇനിയിപ്പോ നമ്മളെ പേരക്കുട്ടികൾ ചന്ദ്രൻക്ക് പോകും ഇൻഷാ അല്ലാഹ്. അങ്ങനെയൊക്കെ പോയാലുണ്ടല്ലോ ഈ ദുനിയാവിലും അതിന്റെ നിയമങ്ങളിലൊന്നും യാതൊരു മാറ്റം വരാൻ പോയില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ജീവിണ്ടല്ലോ, ഓന്റെ ദേഷ്യം, ഓന്റെ സങ്കടം, ഓന്റെ കുറുമ്പ്, ഓന്റെ വാശി, അതിലൊന്നും ഒരു മാറ്റം ലോകാവസാനം വരെ ഉണ്ടാവില്ല. അടിസ്ഥാനപരമായി മനുഷ്യന്റെ വികാരങ്ങൾ, ആ വികാരങ്ങളോടാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. ആ അസ്ലിയായ മനുഷ്യനോടാണ് അള്ളാഹു സംസാരിക്കുന്നത്. അതുകൊണ്ട് ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നുള്ളതോ ഇവിടുത്തെ സൗകര്യങ്ങൾ ഗാഡ്ജറ്റ്സ് മാറുന്നേ ഉള്ളൂ. മനുഷ്യൻ മാറാൻ പോണില്ല, മനുഷ്യന്റെ സ്വഭാവങ്ങളും മാറാൻ പോണില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉള്ളതിൽ സന്തോഷിക്കണം എന്നുള്ള വലിയ ഒരു അള്ളാഹു നൽകിയ വലിയൊരു നിഅമത്താണ്, അനുഗ്രഹമാണ് ഉള്ളതിൽ സന്തോഷിക്കാനുള്ള ഒരു കഴിവ്.
നമ്മളെ കൺസേൺ എന്തോ നമുക്ക് എന്ത് കിട്ടി എന്നതല്ല ഇപ്പത്തെ പ്രശ്നം. നമുക്ക് എന്തൊക്കെ ഇല്ലാത്തത്, അവിടെ എന്തൊക്കെയാ വരിയുള്ളത്, ഓന്റെ കുട്ടികൾക്ക് എന്തൊക്കെയുള്ളത്. കുട്ടികൾ പറയാം അവിടെ കുട്ടിക്ക് അതുണ്ട്, വീഡിയോ ഗെയിമിൽ മറ്റേതുണ്ട്, ഇതുണ്ട്. നമുക്കിവിടെ ഒരു പാട്ടമ്മാന്റെ പൊട്ടിയ സ്ക്രീനുള്ള ഫോൺ അവിടെ ഉള്ളത് അല്ലെ. ചില കുട്ടികൾ അങ്ങനെ ഉമ്മ ഒഴിവാക്കിയ ഫോണേക്കാരൻ കുട്ടികൾക്ക് കൊടുക്കുക കളിച്ചാല്. പൊട്ടിയ സ്ക്രീൻ 8 വാരി വല മാറ്റി സ്ക്രീനൊക്കെ ഉള്ള ഫോണ് അവിടെ സ്വന്തമായി ഗാഡ്ജറ്റുകൾ. അപ്പൊ അത് ഇല്ലാത്തതിനെ കുറിച്ച് പറയാൻ അപ്പൊ അങ്ങനെ ഒരു വൈബാണ്. അപ്പൊ അത് നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് വരണം. എന്ത് കൃത്യമായി ദുനിയാവ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ മക്കൾക്കും ഭാര്യമാർക്കും പകർന്നു നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഒരു വൈബിലേക്ക് നമ്മുടെ കുടുംബം എത്തിയാൽ കുറെ കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പൊ ഒന്ന് നമ്മൾ ഇതിനൊക്കെ പരിഹാരം എന്നുള്ളത് ഈ ദീന് പഠിക്കുക, ജീവിതത്തെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ളതാണ്. അതിനാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്. അതിനാണ് അള്ളാഹു എന്ത് ചെയ്തത്, വേദഗ്രന്ഥം അവതരിപ്പിച്ചത്. അപ്പൊ ഈ അമ്പിയാക്കന്മാരെ പറ്റി ഈ വേദഗ്രന്ഥത്തെ പറ്റിയൊക്കെ അറിഞ്ഞ് അത് മനസ്സിലാക്കി ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുക എന്നത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം. അപ്പൊ ഇതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഒന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് ഫാമിലിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബമാണ്. നമുക്കൊരു പ്രയാസം ഉണ്ടാവുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ നമ്മുടെ അത്താണിയായി നമുക്കുണ്ടാകുക നമ്മുടെ കുടുംബമാണ്. അപ്പൊ അത് കുടുംബത്തിന് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെതായ പ്രയോറിറ്റി നൽകണം. അതിനനുസരിച്ച് നിങ്ങൾ പരിഹാരം കുത്തിരിക്കണമെന്നല്ല, എല്ലാത്തിനും നമ്മുടെ കൺസേൺ ആണ്. നമ്മൾ അവർക്ക് കൊടുക്കുന്ന കൺസേൺ എത്ര ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ എത്ര തിരക്കാണെങ്കിലും ആ തിരക്കിൽ അവരെ ഒന്ന് പക്ഷേങ്കിൽ കൂടെ കൂട്ടാൻ പറ്റിയ സാഹചര്യമാണെങ്കിൽ, ഇപ്പൊ ബിസിനസ് ട്രിപ്പാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ യാത്ര ഉണ്ടെങ്കിൽ ചില യാത്രകളിൽ അവളെ കൂടെ കൂട്ടാം. ഇത്രയൊന്നും സംവിധാനങ്ങളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരെ ടേൺ അനുസരിച്ച് ഒപ്പം കൊണ്ടുവന്ന് യാത്ര ചെയ്യും. ആലോചിക്കുക, ഇതൊന്നും ഇത്രയും സൗകര്യം, ഇത്രയൊന്നും ഫെസിലിറ്റീസും സമ്പത്തൊന്നും ഇല്ലാത്ത പ്രവാചകൻ ആ ഒരു കാലത്ത് പോലും ആ മാതൃക കാണിച്ച എന്താണ്, അതാണ് ഭാര്യമാർക്ക് നൽകേണ്ട പരിഗണന. ചില കാര്യങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്യണം അല്ലെ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയണ്ടല്ലോ, ആ ബൈത്തുൽ റിദ്വാന്റെ സംഭവത്തില് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് തലമുണ്ടനം ചെയ്യുന്ന വിഷയത്തില് അവിടെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അത് അവർ ഡിസ്കസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് നൽകേണ്ട ഒരു പരിഗണന, നമ്മൾ ഫുൾ ടൈം ഓരെ കൊണ്ടുനടക്കണമെന്നോ ഫുൾ ടൈം രാവിലെ മുതൽ വൈകുന്നേരം വരെ പരി ഉത്തരക്കണമെന്നല്ല. നമ്മൾ എത്ര തിരക്കുണ്ടെങ്കിലും അവർക്ക് നൽകേണ്ട പരിഗണന നമ്മൾ നൽകുക എന്നുള്ളത്, അത് ഞാൻ മനസ്സിലാക്കി ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് ഗാഡ്ജറ്റുകളുണ്ട്, ഫോണുണ്ട്, വീഡിയോ കോൾ വിളിക്കാം. നമുക്കിപ്പോ കുട്ടികളെ പഠിത്താണെങ്കിൽ നമുക്ക് ചോദിക്കാല്ലേ, ആ സെയിം വീട്ടിൽ ഹോംവർക്ക് ചെയ്തോ, ജസ്റ്റ് വാട്സപ്പിൽ ഒന്ന് ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് മോള് പഠിച്ചോ എന്ന് തിരക്കിനടി നമുക്ക് ചോദിച്ചാൽ മതി. അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഒരു കൺസേൺ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ അടിസ്ഥാനപരമായി വീടിന്റെ നാഥൻ എന്നുള്ളത് അത് ഭർത്താവാണ്, ആണാണ്. الرجال قوامون على النساء فضل الله بعضهم على بعض. അത് അല്ലാഹുവാണ് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച അല്ലാഹുവിന്റെ കൃത്യമായ നിയമമാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വീട്ടിന്റെ സാമ്പത്തിക മേധാവി എന്നുള്ളത് അത് ഭർത്താവാണ്. അത് വകവെച്ചു കൊടുക്കണം. 2, ആ വീട് മാനേജ് ചെയ്യുക എന്നുള്ളത്, വീട്ടിലെ എല്ലാ കാര്യങ്ങളുടെയും വീട് നോക്കി നടത്തുക എന്നുള്ളത് അത് ഭാര്യയുടെ അധികാരമാണ്, അത് ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതില് പരമാവധി ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട പരിഗണനയും നൽകുക. പെണ്ണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാല് പരിഗണനയാണ്. നിങ്ങള് പൈസ, നിങ്ങൾ വലിയ ആളായി എന്നുള്ളത്, നിങ്ങൾ ലോകത്ത് ഏത് സമ്പന്നനായ ആളുടെ ഭാര്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സമ്പത്തല്ല. അപ്പൊ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ ഇൻഫോസിസിന്റെ സുധാ കൃഷ്ണമൂർത്തി എന്നാണ്, ഈ കൃഷ്ണമൂർത്തിന്റെ വൈഫുണ്ട് ഇൻഫോസിസിന്റെ മുതലാളി സുധാ കൃഷ്ണമൂർത്തി. അപ്പൊ അവരോട് കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും തിരക്ക് പിടിച്ച ഒരു വലിയ മനുഷ്യന്റെ ഭാര്യയായിട്ട് ഇത്ര സന്തോഷവതിയായിട്ട് എങ്ങനെ നിങ്ങൾ ജീവിക്കണം ചോദിച്ചപ്പോ ഒരു വിശ്വാസിയല്ലാത്ത അവര് പറഞ്ഞൊരു മറുപടി എന്താ വെച്ചാല്, ഞങ്ങൾ ആകെ മാസത്തിൽ 5 ദിവസം ഒന്നിച്ചുണ്ടാവുള്ളൂ. അതാണ് ഒന്നാമത്തെ രഹസ്യം. 30 ദിവസം ഉണ്ടായാൽ തല്ലയിക്കാരം. 25 ദിവസം ഞങ്ങള് ഉണ്ടാവില്ല. ഞങ്ങൾ 5 ദിവസം മാസത്തിൽ ഒന്നിച്ച് നിൽക്കുള്ളൂ. അന്ന് ഞാൻ എന്റെ ഭർത്താവിനെ പരമാവധി സന്തോഷിപ്പിക്കാനാണ് ശ്രമിക്കുക. അതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ രഹസ്യം എന്നാണ്. അപ്പൊ അതുകൊണ്ട് സ്വന്തം ഭർത്താവിന്റെ സന്തോഷങ്ങൾ അങ്ങോട്ട് തിരിച്ചു വരണേ. അപ്പൊ അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ
ഇന്നത്തെ വെച്ചാൽ ഇതെല്ലാവരും ആണും പെണ്ണൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാവരും പഠിച്ചവരാണ്. പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓള് ജോലി ചെയ്യും. അതുകൊണ്ട് ഓള് ജോലി ഉണ്ടാകുമ്പോൾ ഓള് ജോലി ടോളറേറ്റ് ചെയ്യുന്ന ഒരാളെ കൊണ്ട് കെട്ടിച്ചേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ അതിലൊക്കെ ഈ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഡൈവേഴ്സ്, ഇൻടോളറൻസ്. ഒരാൾ പറയുമ്പോഴത്തേനും ഭർത്താവ് പറയും ഭാര്യയ്ക്ക് പറ്റില്ല, നിങ്ങളെ പണി നോക്കി, ഞാൻ എന്റെ പണി നോക്കി, ഡൈവേഴ്സ് ആയി. അപ്പൊ അതിലൊക്കെ നമുക്ക് വേണ്ടത് ഒരു സ്നേഹം, ഒരു ടോളറൻസ്, അതൊക്കെ ഉൾക്കൊള്ളാൻ ഒരു വിശാലത. അള്ളാഹുവും റസൂലും ഇഷ്ടമല്ലാത്ത, ഹറാമാക്കിയ കാര്യമല്ലാത്തത്, അതായത് മുആമലാത്തായ കാര്യങ്ങളുണ്ടല്ലോ, അള്ളാഹുവും റസൂലും ഫ്രീഡം അനുവദിച്ച വിഷയങ്ങളിൽ ഭാര്യമാരുടെ താല്പര്യം പരിഗണിച്ച് അവരെ പരമാവധി സന്തോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ ഒരു സൈഡ് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല മാർഗം. കുട്ടികളെ മാനേജ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാല്, കുട്ടികളെ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ഏതൊരു വൈബിലേക്കാണ് കുട്ടികൾ എത്തണമെന്ന് ആഗ്രഹിക്കുന്നത്, ആ വൈബിന്റെ അംബാസഡർ ആണ് നമ്മൾ. വെറും വർത്താനം മാത്രം പോരാ, നമ്മൾ അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ്. നമ്മളിപ്പോ ദീന് പറയുകയാണെങ്കിൽ നമ്മൾ ദീനിന്റെ ഒരാളാകണം. നമുക്ക് നല്ല താടി, നമുക്ക് നല്ല സുബൈക്ക് നമ്മൾ ജമാഅത്തിന് പോകണം, നമ്മൾ നേരത്തെ കുട്ടിനെ വിളിക്കണം, അവനെ കൊണ്ടുപോകണം. നമ്മള് സുബൈസ് കിച്ചാൽ നമ്മൾ തന്നെ ആറടിക്ക് നീച്ചാണ്ട് ഇതെന്താ സുബൈസ് കിച്ചാത്തെന്ന് ചോദിച്ചാല് അത് യാതൊരു അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദീനുള്ള ആളാകുക, നമ്മൾ ആ വൈബിൽ ചെറുപ്പം മുതലേ മക്കളെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. പിന്നെ നല്ല പ്രാർത്ഥിക്കുക. അള്ളാഹുവിനോട് നിരന്തരം മക്കളുടെ വിഷയത്തില്, ഭാര്യമാരുടെ വിഷയത്തില്, കുടുംബത്തിന്റെ വിഷയത്തിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് ഏറ്റവും ഷോർട്ട്. പറയാൻ വളരെ ഈസിയാണ്. എന്റെ ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. ഞാൻ പണ്ട് വാടകയ്ക്ക് താമസിച്ച സമയത്ത് എന്റെ ഓപ്പോസിറ്റ് ഒരു ആള് താമസിക്കണ്ടായി. എന്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാല് ആ വീട് ആ ഭാഗത്തുള്ള ജനല് ഞാൻ തുറക്കലില്ല. കാരണം എന്താ വെച്ചാല് ആ വീട്ടിലെ സ്ത്രീന്റെ ഒരു പ്രത്യേകത, എന്റെ വീടിന്റെ അപ്പുറത്താണെന്ന് പോയി നോക്കലിട്ടോ, പണ്ടത്തെ കാര്യം, ഓരോ മുമ്പത്തെ കാര്യമാണ്. അവിടെ എന്താ വെച്ചാല് അവിടെ രാവിലെ തന്നെ യുദ്ധം തുടങ്ങും. അവിടെ കുട്ടി ബ്രഷ് എടുത്തത് മുതൽ അവിടെ യുദ്ധമാണ്. പിന്നെ ഓനെ പല്ലേൽപ്പിക്കല്, അതൊക്കെ ഇവിടെ നമ്മളെ പെരിക്ക് കേൾക്കും. അവിടെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്, അവിടെ ബ്രഷ് എടുക്കാൻ തുടങ്ങിയത്. ഇനി ഓനെന്ത് ചെയ്യും, ഓൻ ബ്രഷ് കുടിച്ചാണ് മുന്നിൽ ഇങ്ങനെ വന്നിരിക്കും. എങ്ങനെയായാലും ഓനെ ബേസിനെടുക്ക് പോകില്ല. പിന്നെ ഓന് ബേസിനോട് കൊണ്ടോണ യുദ്ധമൊക്കെ ഇവിടെ ഇങ്ങനെ കേൾക്കാം. ആ ഭയങ്കര യുദ്ധം. അപ്പൊ നമ്മളെന്താ വെച്ചാൽ അവസാനം ജനലടച്ചിട്ട് നിങ്ങോട്ട് കേക്കണ്ട വെച്ചിട്ട്. അങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു. അപ്പോ ഗസ്റ്റ് വന്നിട്ട് അത് ചോദിച്ചു, നിങ്ങൾ ഓപ്പോസിറ്റ് ആരാ താമസിക്കുന്നത്? ഇങ്ങനെ ഒരാളാണ്. അയ്യോ, ആ മേഡാണോ ചോദിച്ചു. ആ, ഭയങ്കര ക്ലാസ് ആണ്, ഇത് പാരന്റിങ് ഭയങ്കര ക്ലാസ് ആണ്, ഞാൻ ഭയങ്കര ഇഷ്ടമാണ് കയറിയ ക്ലാസ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പാരന്റിങ് ക്ലാസ് എടുക്കുന്നുണ്ട് എന്നുള്ളത്. എന്നവര് ഞാൻ ജെല്ലടച്ചിട്ട്, അതുകൊണ്ടാണ് പാരന്റിങ്ങിന്റെ ഉത്സാഹം. ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് ഇടങ്ങേറുള്ള കാര്യം. പറയാൻ നല്ല സുഖമാണ് ഈ പരിപാടിയൊക്കെ, കുട്ടികളെ വളർത്തലും പെണ്ണുങ്ങളെ നന്നാക്കലും പെണ്ണുങ്ങളെ നല്ലവർക്ക് കൊണ്ടെടുക്കുക എന്നുള്ളതൊക്കെ. അപ്പോ അതൊക്കെ കുറച്ച് ഇടങ്ങേറുള്ള വിഷയം തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാല് നമ്മള് വാളെന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ച് മെനക്കെട്ടാല് അള്ളാന്റെ സഹായം ഉണ്ടാവും. അതുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാണ്. ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം കിട്ടിയോ എന്നൊക്കെ അറിയില്ല. കേട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ഇതിന് മിനിമം എന്താ വെച്ചാൽ ദീനി പഠിക്കുക എന്നുള്ളത്. അതെല്ലാരും പഠിക്കും. നമ്മൾ മാത്രം പഠിച്ചാൽ തരോ, നമ്മളെ വൈബിക്ക് പെണ്ണുങ്ങളും കുട്ടികളും എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സുഖം കിട്ടൂല. ദീനോണ്ട് നമുക്ക് കിട്ടേണ്ട സുഖം ഉണ്ടല്ലോ, അത് മുഴുവൻ കിട്ടൂല. അതാണ് പെണ്ണുങ്ങളും കുട്ടികൾക്കും ദീനില്ലാഞ്ഞാണ്ടാണ് പ്രശ്നം. ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ അനുവദിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. എന്ന് വെച്ചാൽ മൂപ്പര് അയാൾ മാറും, പെണ്ണുങ്ങളും കുട്ടികളും മാറിയിട്ടുണ്ടാവില്ല. മൂപ്പര് ഗൾഫിലൊക്കെ വന്ന് വലിയ താടി വെച്ചപ്പോൾ ചെയ്യില്ല. പിന്നെ മൂപ്പര് വാങ്ങിക്കൊടുത്ത ടി വി തന്നെ മൂപ്പര് തച്ചൊട്ടിച്ച. അപ്പൊ പിന്നെ ആ വൈബിക്ക് കുട്ടികളും പെണ്ണുങ്ങളും വരണ്ടേ, അത് പെട്ടെന്ന് ആയി കിട്ടൂല. അപ്പൊ അതിനൊരു സാവകാശം കൊടുക്കുക എന്നുള്ളത് പിന്നെ ആൾക്കാർക്ക് ടോളറൻസ് ഉണ്ടാവില്ല. അങ്ങനെ കുറെ കുടുംബ ബന്ധങ്ങള്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നല്ല അവധാനതയോടുകൂടി മെനക്കെട്ടാൽ പടച്ചോന്റെ സഹായം ഉണ്ടാവും. കുറച്ച് മെനക്കെട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് പഠിക്കുക. നമ്മളെ ആളുകളെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളെ സർക്കിളിലാണെങ്കിലും നമ്മൾ അതിന്റെ ആളായിട്ട് നടക്കുക. എന്താ അറിയോ, ബാക്കിയുള്ള ആൾക്കാർ ഓരോ സാധനങ്ങൾ നമ്മളോട് പറയില്ല. കാരണം ഓൻ പറയാൻ പറ്റിയ ഒരാളല്ല നമ്മള് ചെല്ലുമ്പോൾ പിന്നെ മുണ്ടൂല. ഓന് വേറെ ഓന്റെ അടുത്താന്ന് പറയാൻ പറ്റും. നമ്മളോട് താടിന്റെ വലിപ്പവും പിന്നെ എന്താണ് അങ്ങനത്തെ അപ്പൊ ചെല്ലാൻ പറ്റിയ ദിക്കറൊക്കെ കാരണം നമ്മളോട് ചോദിക്കുക. കാരണം ഓൻ കളിയാക്കിയിട്ടാണെങ്കിലും നമ്മളോട് മറ്റേ പറയാൻ പറ്റൂല എന്ന് ഓനറിയാം. അത് വലിയൊരു സുരക്ഷിതത്വം. നമ്മൾ ദീനിന്റെ ആളാകുക. കാരണം അതാണ് എവർലാസ്റ്റിംഗ്. ആലോചിച്ച് ഈ ജീവിതം അവസാനിച്ചിട്ട് നമ്മൾ മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അത് എപ്പോ വേണമെങ്കിലും സംഭവിക്കും. അവിടെ മരണമല്ല, ആ സ്വർഗം എന്നേക്കുമുള്ള സ്വർഗമാണ്. ലക്ഷറി അൺലിമിറ്റഡ് ആണ്.
ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ലക്ഷറിയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, എന്ത് ലക്ഷറി നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും അതിന് കുറെ ഷർത്തുകളുണ്ട്. ഇപ്പൊ ഒരു ടൂർ പോകാൻ നിൽക്കുകയാണ്, മക്കൾക്ക് ഭയങ്കര ആഗ്രഹമാണ് കാശ്മീരിൽ പോകണം, അല്ലെങ്കിൽ ദുബായ്, ന്യൂയോർക്കിലും അമേരിക്കയിൽ 10 ദിവസം പോകണമെന്ന്. ഒക്കെ സെറ്റാക്കി നിൽക്കുമ്പോ നമുക്കൊരു നെഞ്ഞുവേദന വന്ന എന്താ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇവിടെ അമേരിക്കയിൽ ചെന്ന് ഇറങ്ങി എയർപോർട്ടിൽ നല്ലൊരു പള്ളിയിലെടുത്ത് വന്നാൽ കഴിഞ്ഞു മനുഷ്യന്റെ കാര്യം. നിങ്ങൾ നമ്മളെ മാപ്പ പള്ളിയിലെടുത്തേക്ക് ഇങ്ങനെ കടന്നിങ്ങനെ പൊളയാണ്. മക്കളെ കാര്യം കഴിഞ്ഞതോട് ഭാര്യന്റെ കാര്യം കഴിഞ്ഞു. അമേരിക്ക മതി, നമുക്കൊന്ന് കുടിയേക്ക് എത്തി കിട്ടിയാൽ മതിയോ. അതുകൊണ്ട് അത്രയുള്ളൂ ഈ ദുനിയാവിന്റെ വൈബ് എന്ന് പറഞ്ഞാല്. അതിന് കുറെ ഷർത്തുകളുണ്ട്. ഇതൊക്കെ കുറെ കെമിക്കൽ ട്രാൻസ്മിറ്റർ, MDM, എന്താണ് റിസപ്റ്ററുകള്, ഡോപ്പമൈന്, സിറോട്ടോണിന്, ഓക്സിറ്റോസിന്, ഇതിങ്ങനെ തലച്ചോറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നിട്ടുള്ള കുറെ പരിപാടിയാണ് ഈ സന്തോഷം എന്നുള്ളത്. അത് കുറെ ഷർത്തിന്റെ മുകളിലാണ് ഇത് നടക്കുന്നത്. ആ ഷർത്തിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് പോയാൽ എന്ത് സന്തോഷം നമ്മൾ സെറ്റ് ചെയ്താലും ആ സന്തോഷത്തേക്ക് വരാൻ മനസ്സുകൊണ്ട് നമുക്ക് കഴിയില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇവിടുത്തെ ആസ്വാദനങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ഒരു അൺലിമിറ്റഡ് സന്തോഷത്തിലേക്ക് പടച്ചോങ്ങനെ സൽക്കാരായിട്ട് ഒരുക്കി വെച്ചൊരു സ്വർഗമുണ്ട്. അത് ആർക്കാണ്? അത് മുത്തഖീങ്ങൾക്കുള്ളതാണ്. ആ മുത്തഖീങ്ങൾ ആരാണ്? അതാണ് വിശുദ്ധ ഖുർആൻ തുടക്കത്തിൽ തന്നെ പറയുന്നത്. അത് പഠിച്ച് അതേമാതിരിയാകാൻ ഓരോ സെക്കൻഡും ഞാൻ മുത്തഖിയാണോ എന്ന് നമ്മൾ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഓരോ ഇബാദത്തും എന്റെ മഗ്രിബ് അല്ല എന്റെ ഇശ, എന്റെ ഇശ അല്ല എന്റെ സുബഹി, നമ്മളോടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്. എന്റെ മഗ്രിബിനേക്കാൾ എന്റെ ഇശ നന്നാകണം, അതിനേക്കാൾ ഖുശൂ കിട്ടണം, എന്റെ ഇന്നലത്തെക്കാൾ എന്റെ ഇന്ന് നന്നാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഓരോ ദിവസവും നമ്മളെ ഈമാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ മുത്തഖിയാൻ അള്ളാഹുവും റസൂലും ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുക. അതാണ് ഓരോ സെക്കൻഡിലും നമ്മൾ ആ സ്വർഗം മുന്നിൽ കണ്ടുകൊണ്ട്, ആ നരകം മുന്നിൽ കൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ആ സ്വർഗം മുന്നിൽ കണ്ട് ജീവിക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് ഇത് ബാലൻസ് ചെയ്യാനുള്ള ഏറ്റവും മാർഗം. ആ പോണ പോക്കിൽ പരമാവധി നമുക്ക് ചുറ്റുള്ള ആളുകളെ നമ്മൾ ചേർത്ത് പിടിച്ചത് കൊണ്ടുപോകുക. ശ്രമിച്ചാൽ പടച്ചോന് തൗഫീഖ് ഉണ്ടാവും. അതന്നെയാണ് വിശ്വാസി എന്ന് പറഞ്ഞാൽ, അതാണ് ദീന് എന്ന് മിനിമം മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم انصر اخوان المسلمين في فلسطين. اللهم انصر اخوان المسلمين المستضعفين المجاهدين في كل مكان. آمين آمين برحمتك يا ارحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.